നമസ്കാരം. മലയാള മനോരമയുടെ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ മനോരമ ഹൊറൈസൺ സിവിൽ സർവീസ് ഓറിയന്റേഷൻ സെഷനിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. മനോരമ ഹൊറൈസണും ഫോർച്യൂൺ IAS അക്കാഡമിയും ചേർന്ന് നടത്തുന്ന ഈ ഒരു സെഷനിൽ ഇന്ന് നമ്മളുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് തന്റെ 23ാമത്തെ വയസ്സിൽ തന്നെ തന്റെ ആദ്യ ശ്രമത്തിൽ തന്നെ IAS എന്ന 3 അക്ഷരം തന്റെ പേരിനൊപ്പം ചേർത്ത ശ്രീ സഫ്ന നസ്രുദ്ദീനാണ്. സഫ്ന നസ്രുദ്ദീനെ ഏറ്റവും സ്നേഹത്തോടെ തന്നെ നമ്മളുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം മാം. താങ്ക് യു സെബിൻ. ഒപ്പം തന്നെ നമ്മളുടെ ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു അറിയിപ്പ് കൂടിയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചാറ്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് നമ്മളുടെ സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് ഈ ഒരു സെഷനിലൂടെ തന്നെ മറുപടികൾ നൽകുന്നതുമായിരിക്കും. എല്ലാവർക്കും ഏറ്റവും വിജ്ഞാനപ്രദമായ ഒരു സമയം ആശംസിക്കുന്നു. മാം, നമുക്ക് ആരംഭിക്കാം. ഗുഡ് ഈവനിങ് എവരിവൺ. ഹലോ, ഞാൻ കുറച്ച് പ്രൈവറ്റ് മെസ്സേജസ് കണ്ടു. വിഷിംഗ് മീ ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ കണ്ടു. സോ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ആൻഡ് ഹലോ ടു എവ്രി വൺ അറ്റൻഡിങ് ദ സെഷൻ. ബേസിക്കലി ഇനീഷ്യലി ഞാൻ എൻ്റെ സിവിൽ സർവീസസ് ജേർണി പറയാം. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ പോസ്റ്റ് യുവർ ക്വസ്റ്റ്യൻസ് ലൈക്ക് സെവൻ ടോൾഡ് ആൻഡ് ഐ ടേക്ക് അപ്പ് ഇറ്റ് ആൻഡ് ആൻസർ. So this is a journey which started some years back. In the sense that preparation wise alla, പക്ഷേ the dream to become a civil servant അതൊരു കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ when I was in school, somewhere in 8th 9th standard, I was always fascinated by the subject social science. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റും എപ്പോഴും വായിക്കാൻ ആഗ്രഹമുള്ള സബ്ജക്റ്റും സോഷ്യൽ സയൻസ് ആയിരുന്നു. മേ ബി സോഷ്യൽ ഇഷ്യൂസ് ആണ് എപ്പോഴും എന്നെ കുറച്ചധികം ഇൻട്രൊഡ്യൂ ചെയ്തതും കുറച്ച് പാഷനേറ്റ് ആയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് സബ്ജക്റ്റും. ആൻഡ് സംവെയർ സോഷ്യൽ സയൻസ് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഐ കെയിം അക്രോസ് ദിസ് കരിയർ ചോയ്സ് കോൾഡ് ആസ് എ സിവിൽ സർവൻറ്റ്. സോ അന്ന് തൊട്ട് ഒരു IAS ഓഫീസർ ആകണം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ വന്നു തുടങ്ങിയതാണ്. ബിലീവ് മീ, അറ്റ് ദാറ്റ് ടൈം ഒരു IAS ഓഫീസറിന്റെ എക്സാക്ട് വർക്ക് വാട്ട് എ സിവിൽ സർവൻറ്റ് ഡസ് ഇതൊന്നും വലിയ അറിവില്ല. പക്ഷേ I knew that he or she is a person capable enough to bring in some changes in the society, and that was what I wanted. So from 8th 9th standard, whenever somebody used to ask me what is your ambition, അല്ലെങ്കിൽ എന്താണ് some years down the line, where will you see yourself? So I would say I want to be an IAS officer. And then luckily ആ ഒരു ടൈമിൽ പ്രിപ്പറേഷൻ ഒന്നുമില്ല. പക്ഷേ after 10th I chose humanities because again social science ആയിരുന്നു എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത്. And I was not good at mathematics at all. ഞാൻ മാത്സ് പഠിക്കുമ്പോൾ എൻജോയ് ചെയ്യാറില്ല. എനിക്ക് മാത്സ് അങ്ങനെ എക്സൽ ചെയ്യാൻ പറ്റിയിട്ടുമില്ല. So I chose humanities in my 11th standard. So 11th and 12th I studied humanities. One thing that I used to do from that time was read newspaper regularly. See, this is a habit that I cultivated back then because again എനിക്ക് newspapers വായിക്കാൻ ഇഷ്ടമായിരുന്നു. So I used to read newspaper from 10th standard. This is the only preparation that I've done before entering into the real preparation. So then after my 11th and 12th standard, I joined for BA Economics, again out of my pure interest. 11th and 12th പഠിക്കുമ്പോൾ out of the subjects, history, geography and economics were the 3 social science subjects that I had to study. The other were IP, informatic practices and English. So I chose economics because economics fascinated me at that point. So then I did my 3-year economics degree in Ivanios. So after that was the next question, in PG ki pogano or am I going to pursue my dream? So finally, and I decided, so 2018 after my graduation, I decided that I'm going to prepare for civil services examination. Because I knew that even if I went for MA, ഞാൻ PG ki പഠിക്കാൻ പോയാലും after 2-year PG I would come here. I will not pursue like doctorate എടുത്ത ആ ഒരു ജേർണിയിൽ പോയില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. I will come back here. So I thought, why not start preparation at a very younger age itself? So in 2018, to be very exact date ഒക്കെ പറയുകയാണെങ്കിൽ June I joined in Fortune IAS Academy join ചെയ്തു. And from there I started my real serious preparation. My 1-2 year totally ആ ഒരു examination phase കൂടി account ചെയ്യുകയാണെങ്കിൽ 2 years of preparation and 2 years of being at Fortune. So there started my initially prelims classes ആണ്. So preliminary classes start ചെയ്തു. First I started with my NCERTs. So this is like I'll tell what I did for the 2-year period. Our 2 year what was my journey, UPSC journey, and that പറയാം. After that, specific questions answer ചെയ്യാം. So first I started with NCERTs, which is like a basic block of this examination. നമ്മൾ എന്തൊരു UPSC journey start ചെയ്യുന്നതിന് മുന്നേ we start with NCERTs. We finish NCERTs.
And then we start with standard textbooks. So NCRTs, again, NCRTs പഠിച്ചത് for every weekend. Saturday, there was an NCRT test at Fortune. So NCRT test ഇപ്പം 6th standard തൊട്ട് start ചെയ്യും. So 6th history textbook ആണെങ്കിൽ that 1 week, not throughout the week, 3 to 4 days of that week, NCRT textbook വായിക്കും. Every day I would read newspaper and then current classes attend ചെയ്യുമായിരുന്നു. So 4 hours would go to class. 4 hours would go to regular class at Fortune. Then 2 hours for my optional class. So 6 hours class കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം NCRTs പഠിക്കും, ന്യൂസ്പേപ്പർ വായിക്കും, അന്നത്തെ ക്ലാസ് നോട്ട്സ് റിവൈസ് ചെയ്യും. This went for like some 2.5-3 months. ഒരു 3 months എടുത്തു 6 to 12th വരെയുള്ള NCRTs കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ ആൻഡ് NCRT ടെസ്റ്റ് ഓൾസോ കഴിയാൻ. And then I started with my prelims preparation. Prelims preparation in the sense, exactly നമ്മൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് പ്രിലിംസിന് വേണ്ടി പഠിക്കും. ഫോർ പോളിറ്റി ഇറ്റ് ഇസ് ലക്ഷ്മികാന്ത്, അല്ലെങ്കിൽ മോഡേൺ ഹിസ്റ്ററി വി സ്റ്റഡി മോഡേൺ ഹിസ്റ്ററി ബൈ സ്പെക്ട്രം പബ്ലിക്കേഷൻസിന്റെ മോഡേൺ ഹിസ്റ്ററി ബുക്ക്. സോ സ്റ്റാൻഡേർഡ് ബുക്സ് പഠിക്കാൻ തുടങ്ങി. അഗെയിൻ സ്റ്റാൻഡേർഡ് ബുക്സ് ഐ studied based on the prelims test series. So I had enrolled for Fortune's prelims test series. Every Saturday there would be prelims test series. So prelims test series in the topic would be 1 month like current affairs and a static subject. For example, I had polity day, half of the portion of polity and January. Say I wrote the examination in 2019. So January 2018 like current affairs. So our ടൈം ടേബിൾ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ആണ് പിന്നെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് കഴിയുന്നത് വരെ പഠിച്ചത്. പ്രിലിംസ് ടെസ്റ്റ് സീരീസ് കഴിയുന്നത് വരെ ഐ യൂസ് ടു സ്റ്റഡി ബേസ്ഡ് ഓൺ മൈ പ്രിലിംസ് ടെസ്റ്റ്. സോ അഗൈൻ നമ്മൾ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഐ യൂസ് ടു റിവൈസ് ഇൻ ബിറ്റ്വീൻ ഓൾസോ. സോ സാറ്റർഡേ ഇസ് ദ ടെസ്റ്റ് സീരീസ്, Sunday to Thursday of that week I would cover the portion and Friday was completely for revision. Friday എന്തൊക്കെയാണോ ആ ഒരു 5 days പഠിച്ചത് അത് അത്രയും റിവൈസ് ചെയ്യും. വെദർ ഐ കംപ്ലീറ്റ് ദ പ്രിലിംസ് ടെസ്റ്റ് സീരീസിലെ സിലബസ് പഠിച്ച് തീരുമാനമില്ലെങ്കിലും ഫ്രൈഡേ the day before the test I used to revise things. And revision I think is very important in this journey because നമ്മൾ 1-2 സബ്ജക്ട്സ് അല്ല പഠിക്കുന്നത്. വി ആർ ഗോയിങ് ടു സ്റ്റഡിയിലെ കുറച്ചധികം സ്റ്റാറ്റിക് സബ്ജക്ട്സ് പഠിക്കാനുണ്ട്, കറണ്ട് അഫയേഴ്സ് പഠിക്കാനുണ്ട്. വി ഹാവ് ടു പ്രിപ്പയർ ഫോർ മെയിൻസ്, വി ഹാവ് ടു പ്രിപ്പയർ ഫോർ അവർ ഓപ്ഷണൽ ഓൾസോ. സോ അൺലെസ് ആൻഡ് അൺടിൽ യു റിവൈസ് പ്രോപ്പർലി, നമ്മൾ പഠിക്കുന്ന കണ്ടന്റ് തന്നെ മിനിമം ഒരു 4 to 5 times ഒക്കെ റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിൽ വരുമ്പോൾ ഒന്ന് വിൽ ബി ഏബിൾ ടു റിമെമ്പർ തിങ്സ് കറക്റ്റ്ലി. ഇപ്പോൾ പ്രിലിംസ് ആണെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ്, വി ആർ ഫേസിങ് ആൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ, നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത നോളജും നമ്മുടെ പ്രാക്ടീസിന്റെ ബേസിസിലൊക്കെ ആൻസർ സോൾവ് ചെയ്യാനും, മെയിൻസ് ആണെങ്കിൽ ടു റൈറ്റ് ആൻ ആൻസർ, ഇതിനൊക്കെ പറ്റണമെങ്കിൽ വി ഹാവ് ടു റിവൈസ് തിങ്സ് ദാറ്റ് മച്ച്. സോ ഫ്രൈഡേ വുഡ് ബി ഫോർ മൈ റിവിഷൻ. സോ ദിസ് വെന്റ് ഓൺ ടിൽ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് കഴിയുന്നത് വരെ പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസിന്റെ ബേസിസിൽ പഠിച്ചു. And simultaneously, somewhere in November 2018, mains classes also started. So mains classes തുടങ്ങിയ സമയത്ത് മെയിൻസ് പ്രിപ്പറേഷൻ പഠിക്കും. അതായത് മെയിൻസ് ക്ലാസ് would be for 4 hours. So അത് കഴിഞ്ഞിട്ട് ഒരു 1 hour I used to prepare for മെയിൻസ് ആൻസർ റൈറ്റിംഗ് ഒക്കെ എഴുതി പഠിക്കും. Then optional classes, ബാക്കി ടൈം പ്രിലിംസിന് വേണ്ടി പഠിക്കുമായിരുന്നു. So this is how it went for like March, April വരെ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് every day from November to March മെയിൻസും പ്രിപ്പയർ ചെയ്യായിരുന്നു simultaneously and 1 hour for optional also, 1 or 2 hours for optional also. And then the last 2 months before prelims, I wrote the prelims in June 2019. So adinu munne ulla 2.5-3 months, close to 3 months I had stopped preparing for mains preparation and optional preparations നിർത്തി വെച്ചിട്ട് completely prelims ആണ് പഠിച്ചത്. So I used to do a lot of test series at that time. Like I already fortunately ടെസ്റ്റ് സീരീസ് എൻറോൾ ചെയ്തിട്ടുണ്ട്. സോ അത് ചെയ്യും. അല്ലാതെ കുറച്ച് കോംപ്രിഹെൻസീവ് ടെസ്റ്റ് സീരീസും ചെയ്യുന്ന ടൈമായിരുന്നു. സോ ദെൻ പ്രിലിംസ് ഹാപ്പൻഡ്. പ്രിലിംസ് ആഫ്റ്റർ പ്രിലിംസ് ഐ ടുക്ക് എ ബ്രേക്ക് ഓഫ് 1.5 week ഒരു ബ്രേക്ക് എടുത്തു. സോ ദാറ്റ് പ്രിലിംസ് ഹാസ് ബീൻ എ വെരി ഹെക്ടിക് ജേർണി. സോ ആഫ്റ്റർ പ്രിലിംസ് I took a 1.5 weeks break and then started my mains preparation. So again, mains same strategy for prelims. I started writing my prelims test series. When it came to main, we have to do our mains test series. So mains test series again, fortunately joined Jedu. I had a mentor, Nitin sir, and my mains mentor. So every week we would have mains test nammal eduthu 3 hour. Original UPSC examination nammal enganeyana 3 hour test eduthunnathu adupole we would write the exam in 3 hours. Then ഒരു 3-4 days before the next test, അതായത് നെക്സ്റ്റ് വീക്കിൽ അടുത്ത മെയിൻസ് ടെസ്റ്റിന് മുന്നേ ഫീഡ്ബാക്ക് കിട്ടും. ആൻസർ കറക്റ്റ് ചെയ്തിട്ട്
how good your answer is, അല്ലെങ്കിൽ what are your improvement areas, എവിടെയൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് ആൻസേഴ്സ് എങ്ങനെ ബെറ്റർ ചെയ്യാം, ഹൗ ടു എൻറിച്ച് യുവർ ആൻസേഴ്സ് സാർ നിതിൻ സാർ ഫീഡ്ബാക്ക് തരുമായിരുന്നു. ആൻഡ് അതിന്റെ ബേസിസിൽ ഐ വുഡ് ഇംപ്രൂവ് the way I write answer in the next test. Again, this is one thing you have to remember in this journey. നമ്മൾ വെറുതെ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് I don't think that is of much of use if you're not analyzing your performance. നമ്മളൊരു ടെസ്റ്റ് ചെയ്യുക and analyze your performance. If prelims, you are doing a prelims test, analyze how good you have done it. അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പഠിച്ചത് എഴുതാൻ പറ്റും, അറിയാത്ത ക്വസ്റ്റ്യൻസ് എത്രത്തോളം ശരിയാക്കാൻ പറ്റി, അങ്ങനെ ഒരു അനാലിസിസ് നടത്തുക ഫോർ പ്രിലിംസ്. ഇഫ് യു ആർ ടേക്കിംഗ് എ മെയിൻസ് ടെസ്റ്റ്, മെയിൻസ് എങ്ങനെ ചെയ്യാൻ പറ്റി, അതായത് ആൻസേഴ്സിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ആയോ, നമുക്ക് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയോ, ഗവൺമെന്റ് സ്കീംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയാണോ എഴുതിയത്. സോ അനലൈസ് യുവർ പ്രിപ്പറേഷൻ. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ടെസ്റ്റിന്റെ ബേസിസിൽ മാത്രമല്ല, ഈ ഒരു ത്രൂ ഔട്ട് ജേർണിയിൽ യു ഹാവ് ടു അനലൈസ് യുവർ പ്രിപ്പറേഷൻ. നമ്മളിപ്പം എവ്രിബഡി സ്റ്റഡീസ്, പക്ഷേ എല്ലാവരും ക്ലിയർ ആയി പോവാറില്ല. ആൻഡ് വൺ റീസൺ ഐ ഫൈൻഡ് ഇസ് നമ്മൾ നമ്മുടെ തന്നെ ജേർണി തിരിച്ചറിയാതെ പോവാണ്, അല്ലെങ്കിൽ വി ആർ നോട്ട് ഏബിൾ ടു ഐഡന്റിഫൈ ഈവൻ ആർ സെൽസ്. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ആർ സ്ട്രെങ്സ്, വാട്ട് ആർ ആർ വീക്ക്നെസ്. അതിന്റെ ബേസിസിൽ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ ഓറിയന്റ് ചെയ്യണം, അല്ലെങ്കിൽ വി ഹാവ് ടു ഡെവലപ്പ് അവർ ഓൺ സ്ട്രാറ്റജി ബേസ്ഡ് ഓൺ ആർ സ്ട്രെങ്ത്, വീക്ക്നെസ് ആൻഡ് നമ്മൾ എത്ര പെട്ടെന്ന് പഠിക്കുന്നു. ചിലപ്പം ഇപ്പം എനിക്കാണെങ്കിൽ ഇക്കണോമിക്സ് കൺസെപ്റ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പഠിക്കാൻ പറ്റും, ബട്ട് ഐ എം വെരി ബാഡ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഏരിയാസ് ലൈക്ക് ദാറ്റ്. സോ ഞാൻ എപ്പോഴും സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കുമ്പോൾ കുറച്ചുകൂടി വളരെ ബേസിക് ആയിട്ട് പഠിക്കും. ഈവൻ ഇഫ് വെരി മൈന്യൂട്ട് തിങ്സ് ഒന്നും എനിക്ക് അറിയില്ലായിരിക്കും, ഐ വുഡ് ഗൂഗിൾ ഇറ്റ് ആൻഡ് ദെൻ ഐ സ്റ്റഡി. പക്ഷെ ഇപ്പം ഇക്കണോമിക്സ് ആണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് എനിക്ക് നോക്കേണ്ട ആവശ്യം ചിലപ്പോഴൊക്കെ വരാറുണ്ട്. സോ ഐ കുഡ് ഗോ ഓൺ വിത്ത് സ്റ്റഡിങ് കറന്റ് അഫയേഴ്സ്. സോ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ ഓറിയന്റ് ചെയ്യണം ബേസ്ഡ് ഓൺ ആർ സ്ട്രെങ്ത് ആൻഡ് ആർ വീക്ക്നെസ്സസ്. സോ ദെൻ മീൻസ് the 3 months from June to September level mains examination. So that 3 months was my mains preparation. So mains, and again there is a detailed syllabus in it. This is true for prelims also, but prelims in the topics മാത്രമേ list down ചെയ്തിട്ടുള്ളൂ. If you go back and see UPSC syllabus, prelims ആണെങ്കിൽ ഇപ്പോൾ modern history, environment and ecology, science and technology, economics, they've just listed the topics അല്ലെങ്കിൽ subjects you are supposed to study. മെയിൻസിന് ഒരു വളരെ ഡീറ്റെയിൽഡ് സിലബസ് ഉണ്ട്. ഈവൻ അണ്ടർ ഈച്ച് ടോപ്പിക്, മോഡേൺ ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫിയിൽ ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്തൊരു സിലബസ് UPSC റിലീസ് ചെയ്തിട്ടുണ്ട്. സോ യു ഹാവ് ടു സ്റ്റഡി ഓൾവേസ് ഓൺ ദ ബേസിസ് ഓഫ് സിലബസ്. So what I used to prepare for, how I used to prepare for mains was syllabus എടുക്കുക, syllabusലെ ഓരോ വേർഡ്സും നോക്കുക. In the sense that if I'm studying economics there is a topic called as PDS, public distribution system. അപ്പോൾ public distribution systemത്തിനെ പറ്റി ഒരു 2 points or 2-3 points, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ pros and cons, that is advantages എന്തൊക്കെയാണ്, what are the scope of improvement, examples, അങ്ങനെ കുറച്ച് ഏരിയാസ് നോക്കും. Okay, so I used to study based on syllabus. ഓരോ പെർട്ടിക്കുലർ ടോപ്പിക് എടുക്കുക, അതിന്റെ സബ് ടോപ്പിക് എടുക്കുക, അതിന്റെ പോയിന്റ്സ് കണ്ടുപിടിക്കുക, എക്സാമ്പിൾസ് എഴുതുക. ഇഫ് ദർ ഈസ് സം ഗവൺമെന്റ് സ്കീം റിലേറ്റഡ് ടു ഇറ്റ്, ഗവൺമെന്റ് എന്തെങ്കിലും ഫെസിലിറ്റി ഇനിഷ്യേറ്റീവ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാം. സോ ഓൾവേസ് ഓറിയന്റ് യുവർ പ്രിപ്പറേഷൻ ബേസ്ഡ് ഓൺ സിലബസ്. വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മളിപ്പം സിലബസ് നോക്കാതെ പോവുകയാണെങ്കിൽ, ഈവൻ ഇഫ് മെയിൻസിന്റെ സിലബസ് നമ്മൾ നോക്കുന്നില്ല, വി ജസ്റ്റ് ഹാവ് ലൈക്ക് GS1 ഈ ടോപ്പിക്സ്, ഈ സബ്ജക്ട്സ് ആണ് പഠിക്കേണ്ടത്, യു ഹാവ് ടു സ്റ്റഡി ഹിസ്റ്ററി, ജോഗ്രഫി, വിൽ കീപ്പ് ഓൺ റീഡിങ്. നമ്മൾ ഒരുപാട് വായിക്കും. മേ ബി എക്സാം ക്ലിയർ ചെയ്ത ഒരാളെക്കാട്ടിലും ക്ലിയർ ചെയ്യാത്ത ഒരാൾ മേ ബി ഒരുപാട് നോളജ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരുപാട് വാസ്റ്റ് അറിവ് കാണുമായിരിക്കും. പക്ഷെ he or she has not studied according to the demand of this examination. ഈ എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ റാൻഡം ആയിട്ട് പഠിക്കുകയാണെങ്കിൽ പഠിക്കാൻ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. യു ടേക്ക് അപ്പ് ഹിസ്റ്ററി ഓർ യു ടേക്ക് അപ്പ് മേ ബി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഓർ ജോഗ്രഫി, നമുക്ക് പഠിക്കാനുള്ള സ്കോപ്പ് ഒരുപാടാണ്, ഇഷ്ടംപോലെ പഠിക്കാൻ പറ്റും. പക്ഷെ യു ആർ നോട്ട് സ്റ്റഡിങ് ഫോർ ദി എക്സാമിനേഷൻ, യു ആർ സ്റ്റഡിങ് ടു ഗെയിൻ മോർ നോളജ്. ബട്ട് when you are writing this examination, നമ്മുടെ motto എന്താണ്, or what is our aim? Our aim is to clear this examination.
നല്ലൊരു റാങ്കോട് കൂടി എക്സാം പാസ്സാവുക ആൻഡ് സർവീസിൽ വരിക. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഐ വുഡ് പ്രിഫർ ഇങ്ങനെ റാൻഡം ആയിട്ട് നമ്മൾ ഒരു ഹാഫ് ഹസാർഡ് പാനലിൽ പഠിക്കുന്നതിൽ നല്ലത് സിലബസ് എന്താന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. സിലബസിന്റെ ബേസിസിൽ ദർ ആർ സം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ദാറ്റ് എവറിബഡി ഫോളോസ്. ഇപ്പം ഏത് ടോപ്പേഴ്സ് വീഡിയോ കണ്ടാലും അല്ലെങ്കിൽ ജനറലി എല്ലാ അക്കാഡമിയിലും നമ്മളോട് പഠിക്കാൻ പറയുന്ന കുറച്ച് ബുക്സ് ഉണ്ട്. ആ ബുക്സ് ഐഡന്റിഫൈ ചെയ്യുക, അത് പഠിക്കുക. ദെൻ ടു ടെസ്റ്റ് ചെയ്തിട്ട് ഏതാണോ നമ്മുടെ വീക്ക് ഏരിയാസ് അതിന്റെ ബേസിസിൽ റിവൈസ് ചെയ്യുക. സോ ദിസ് ഹാസ് ടു ബി യുവർ സ്ട്രാറ്റജി ത്രൂ ഔട്ട്. സ്റ്റഡി, ടെസ്റ്റ് ആൻഡ് റിവൈസ് തിങ്സ് കണ്ടിന്യൂസ്ലി. So then my mains examination happened after 3 months of preparation. See, ഇതൊക്കെ പറയുമ്പോഴും ഇതിന്റെ ഇടയിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഇപ്പം പ്രിലിമിനറി പരീക്ഷ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോയി എഴുതി വന്നു, അങ്ങനെയൊന്നും അല്ല. There had been struggle throughout this phase. Struggle in the sense that this examination is where we put a lot of effort. Maybe നമ്മൾ സ്കൂളിലും കോളേജിൽ നിന്നൊന്നും പോലെയല്ല, വളരെ ഓണസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു എക്സാം ആണ്. ഐ ഗെസ് സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നത്. കോളേജിലാണെങ്കിൽ ടൈം ടേബിൾ, എക്സാം ടൈം ടേബിൾ വന്നതിന് ശേഷം ആ ഒരു 2 weeks ഭയങ്കര ഹാർഡ് വർക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ദിസ് ഇസ് ആൻ എക്സാമിനേഷൻ വെർ യു റിയലി പുട്ട് യുവർ ഹോൾ എഫേർട്ട് അല്ലെങ്കിൽ മേ ബി യുവർ ഹാർട്ട് ഇൻ ടു പ്രിപ്പറേഷൻ. സോ ദർ ഈസ് ആൻ എലമെന്റ് ഓഫ് ഇമോഷൻ ഇൻവോൾവ്. മേ ബി കുറച്ചധികം ഇമോഷൻസും ഇൻവോൾവ് ആണ്. സോ യു വിൽ ഗെറ്റ് ടെൻസ്ഡ്. ആൻഡ് എൻ്റെ ത്രൂ ഔട്ട് ജേർണിയിൽ ഐ വാസ് always tensed അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റന്റ് ഡൗട്ട് ആസ് ടു വെദർ ഐ വിൽ ക്ലിയർ ദിസ് എക്സാമിനേഷൻ, ഇതൊക്കെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. സോ വെനവർ ഞാൻ ഈ ജേർണി പറയുമ്പം ഇതിലെല്ലാം അതിൻ്റെ ഒരു ഇമോഷണൽ സ്ട്രഗിളും കൂടെ ഉണ്ട്. ബട്ട് വാട്ട് ഐ ഹാവ് സി 1 year ആഫ്റ്റർ എൻ്റെ റിസൾട്ട് ഐ ക്ലിയർ ദിസ് എക്സാമിനേഷൻ ഓൺ August 4, 2020. സോ ക്ലോസ് ടു എ ഇയർ ആഫ്റ്റർ നോക്കുമ്പോൾ ആ സ്ട്രഗിൾ ഒക്കെ വർത്ത് ആയിരുന്നു. അല്ലെങ്കിൽ ദ ഡിസിഷൻസ് ദാറ്റ് ഐ ഹവ് ഓൾവേസ് ടേക്കൺ ഹാഡ് ഹെൽപ് മീ ഇംപ്രൂവ് ആസ് എ പേഴ്സൺ, ഹാഡ് help me clear this examination. So 3 years of mains preparation. 3 years of mains preparation, there were days when I had doubted a lot. Clear examination clear agua അല്ലെങ്കിൽ എൻ്റെ ആൻസേഴ്സ് നല്ലതായിരിക്കോ? Because everybody who cleared the prelims examination is a good competitor. അല്ലെങ്കിൽ is a person who have enough knowledge to clear this exam. So our doubts under. So at that time, a lot of people had helped me. I have lot of friends. ഇപ്പം ഫോർച്യൂണിൽ എൻ്റെ അക്കാഡമിയിൽ തന്നെ ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ട് ഹു ഇസ് സ്റ്റിൽ വെരി ക്ലോസ് ടു മീ. ഇൻഫാക്ട് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് ലാസ്റ്റ് മന്ത് 27th തിരിച്ചു വന്നതിന് ശേഷം ഐ കെയിം ഹിയർ. ടുഡേ ഓൾസോ ഐ എം സിറ്റിംഗ് ഹിയർ ആൻഡ് ഐ വാസ് വിത്ത് ദം സം ടൈം ബാക്ക്. സോ ഓൾ ദോസ് പീപ്പിൾ ഹാഡ് ഹെൽപ് മീ. മൈ ഫാക്കൽറ്റി ഹാഡ് ഹെൽപ് മീ. സോ എനിക്ക് പറയാനുള്ളത് there would be so many pressure points throughout this journey. സോ ആ സമയത്തൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, ടീച്ചേഴ്സ്, talk to them. They'll help you out and talk to yourself. You can also convince yourself or console yourself. You are going to give your best shot and you will clear this examination. So that 3 months, this was my journey. That is from June to September mains preparation. Daily answers എഴുതും, കുറച്ച് ഫാക്ട്സ് പഠിക്കും, again optional പഠിക്കും 2 days. So 3 days a week, 3 days ഓപ്ഷണൽ ആയിരിക്കും, 4 days GS ആയിരിക്കും. ഞാൻ അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ബിക്കോസ് ഓപ്ഷണൽ ഞാൻ എൻ്റെ പ്രിലിംസ് പ്രിപ്പറേഷൻ്റെ സമയത്ത് കുറച്ചധികം ഓപ്ഷണൽ പോർഷൻ കവർ ചെയ്തിട്ടുണ്ടായി. ക്ലോസ് ടു സം 60% ഓഫ് മൈ ഓപ്ഷണൽ അറ്റ്ലീസ്റ്റ് ഒരു 1-2 times ഞാൻ വായിച്ചിട്ടുണ്ടായി. കുറച്ച് ടെസ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ടായി. സോ ഞാൻ 3 days ഓപ്ഷണൽ ആൻഡ് 4 days GS ഈ ഒരു രീതിയിലാണ് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. Those 3 months. Then I gave my mains examination. So after mains examination, which happened in September, again ഒരു 1-2 week, close to 2 weeks. പ്രിലിംസിന്റെ അടുത്ത ബ്രേക്കിനെക്കാട്ടിലും കൂടുതൽ ബ്രേക്ക് ആണ് മെയിൻസ് കഴിഞ്ഞിട്ട് എടുത്തത്. I took a break of 2 weeks. So after that, again, I was confused as to തിരിച്ചിനി പ്രിലിംസ് പ്രിപ്പറേഷനിൽ പോകുമോ ഓർ ഇന്റർവ്യൂ പ്രിപ്പറേഷനിൽ പോകുമോ? ബിക്കോസ് നമ്മൾ എത്ര നന്നായിട്ട് മെയിൻസ് എഴുതി നമുക്ക് ലൈക്ക് there would always be this doubt. നമ്മൾ എത്ര നന്നായിട്ട് ആൻസർ എഴുതി നമുക്ക് ഉറപ്പ് കാണില്ലായിരിക്കും. ആൻഡ് നമ്മുടെ ആൻസർ നല്ലതായിരിക്കുമോ, വിൽ വി ക്ലിയർ ദിസ് എക്സാമിനേഷൻ എന്നുള്ള ഡൗട്ട് എനിക്ക് ത്രൂ ഔട്ട് ഉണ്ടായി. സോ ആഫ്റ്റർ ദാറ്റ് ഐ വാസ് അഗെയിൻ കൺഫ്യൂസ്ഡ്. സോ ദെൻ വാട്ട് ഐ ഡിഡ് വാസ് കുറച്ച് സമയം ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഇൻ ദ സെൻസ് ദാറ്റ് ന്യൂസ് പേപ്പർ വായിക്കും, കുറച്ച് മെയിൻസ് പഠിക്കും,
prelims start ചെയ്തില്ല, പക്ഷേ I used to start again with my mains preparation after my mains. Original mains examination കഴിഞ്ഞു വന്നതിന് ശേഷം മെയിൻസ് ദിവസം കുറച്ച് പഠിക്കും, then കുറച്ച് സോഷ്യോളജി പഠിക്കും, പത്രം വായിക്കും. This went on for some 2 months and then the mains results came. So mains result vanu. Mains result came on Jan 15th, 2020 and I had cleared. So again, that was വളരെ വളരെ ഒരു സന്തോഷം ഉള്ള മൊമെന്റ് ആയിരുന്നു. ആ റിസൾട്ട്സ് കെയിം ലൈക്ക് വെരി ഏർലി മോർണിംഗ്, സംവെയർ അറ്റ് 1:30 AM. പക്ഷെ ഞാൻ ആ സമയത്ത് ഉറങ്ങുമായിരുന്നു. I didn't have to search my name because ഞാൻ രാവിലെ ഒരു 6 o'clock എണീറ്റപ്പോൾ ഓൾറെഡി I had messages, friends, teachers മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ that you had cleared. സോ ആ ഒരു ലിസ്റ്റിൽ പേര് നോക്കേണ്ട ഒരു സ്ട്രഗിൾ അന്ന് വന്നിട്ടില്ല, for which I was very thankful at that point. Then interview preparation start ചെയ്തു. And interview is one area where I had personally faced a lot of difficulties. So ഇന്റർവ്യൂവിന് വേണ്ടി ആദ്യം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്, സോ ഐ ഗെസ് ഇന്റർവ്യൂ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ദർ ഇസ് എ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം വിച്ച് വി ഫിൽ. നമ്മൾ എക്സാം ഇന്റർവ്യൂ ക്ലിയർ ചെയ്യുമ്പോൾ വിൽ ഫിൽ എ ഡാഫ്. സോ അവിടെ നമ്മൾ ഹോബി, നമ്മുടെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ്, ആർ അച്ചീവ്മെന്റ്സ്, ഇങ്ങനെ കുറച്ച് ഫീൽഡിലൊക്കെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കും. ബേസിക്കലി നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡാഫ് വെച്ചിട്ടാണ്. പിന്നെ കറണ്ട് അഫെയർ, നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ദാറ്റ് ഇസ് വാട്ട് യു ഡിഡ് യുവർ സ്റ്റഡീഡ് ഫോർ യുവർ ഡിഗ്രി, ആ ബേസിസിലൊക്കെയാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഐ ഓൾസോ സ്റ്റാർട്ടഡ് മൈ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ. ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വായിക്കാൻ തുടങ്ങി, കുറച്ച് കേരള റിലേറ്റഡ് ഇൻഫോസ് ഒക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദെൻ ഐ ഗേവ് മൈ ഫസ്റ്റ് പിയർ ഇന്റർവ്യൂ. പിയർ ഇന്റർവ്യൂ എന്ന് പറയുന്നത് my faculty, my teachers who teach me at Fortune, and people who are going to interview that particular year. So എല്ലാ ഇന്റർവ്യൂവിന് പോകുന്ന കുട്ടികളും ടീച്ചേഴ്സ് ഒക്കെ ഇരിക്കുമായിരുന്നു. ആൻഡ് ഐ കുഡന്റ് പെർഫോം ദാറ്റ് ഡേ. ഐ കുഡന്റ് പെർഫോം ഇൻ ദ സെൻസ് ദാറ്റ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസിന് പോലും എനിക്ക് ഉത്തരം ഒന്നും പറയാൻ പറ്റിയില്ലായിരുന്നു. ഐ വുഡ് സേ സം 2 words, പിന്നെ സ്റ്റക്കായി പോകും, ബാക്കി വേർഡ്സ് പറയാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് വാസ് എൻ്റെ ഒരു 2-year ജേർണിയിൽ ഏറ്റവും ഒരു ലോ മൊമെന്റ് വാസ് ദാറ്റ്. ഒരുപാട് ലൈക്ക് there were pressure points അല്ലെങ്കിൽ ഇമോഷണൽ ഫേസസ് ഉണ്ടായിരുന്നെങ്കിലും that was a very low moment because you had cleared mains. You are going to sit in front of an interview panel at Delhi in like 1.5 months or maybe 2 months, and you are confused as to whether you will be able to speak in front of them or annu എന്തെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ, or you would sit simply like I sat in my peer. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വന്നു. Then I started working upon it. From the very next day, I started, like that day was completely emotional ആയിരുന്നു. കരയുക, അന്ന് ഫുൾ കരച്ചിലായിരുന്നു. ബേസിക്കലി സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അന്ന് ഫുൾ കരച്ചിലായിരുന്നു because I couldn't control my tears. So then from the next day, I had decided that there is no option. Either you have to correct yourself, either you have to rectify your fear of speaking in front of people, or you have to quit and go. These were the only 2 options. ഒന്നീ സംസാരിക്കാൻ പഠിക്കുക, പീപ്പിളിനെ ഫേസ് ചെയ്യാൻ പഠിക്കുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക. These were the only 2 options. And I decided the first. I decided to rectify this fear of public speaking, at least to some extent. So then very next day, I started practicing in front of mirror. എൻ്റെ ഫ്രണ്ട്സിനോട് പറയും, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയും, അതിന് ആൻസർ പറയും. I had one-on-one സെഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫാക്കൽറ്റി, ഒരു ടീച്ചർ കൂടി ഇരുന്ന് ക്വസ്റ്റ്യൻ ആൻസർ പറയുന്ന സെഷനാണ് one-on-one സെഷൻ. ഐ സ്റ്റാർട്ടഡ് അറ്റൻഡിങ് one-on-one സെഷൻ വിത്ത് ഓൾമോസ്റ്റ് എവറിബഡി അറ്റ് ഹോസ്റ്റൽ. എല്ലാ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ തുടങ്ങി. അവരുടെ പോയിന്റ്സ്, ലൈക്ക് ഐ വുഡ് ആസ്ക് പോയിന്റ്സ് ഫ്രം then I would write those points. I would practice saying them. I started answering in front of my sisters. അങ്ങനെ ആ ഒരു 2.5 months, my interview towards last time. So I had 2.5 months before me. So I had 2.5 months daily answers ko parnu prepare chedu. And then it got postponed. COVID happened. COVID vannittu korchu interviews postpone chedu. Appo ende interview was part of that. And finally my interview happened on July 23rd, 2020. So that was also after interview again ഞാൻ ടെൻസ്ഡ് ആയിരുന്നു. I felt like I didn't give good answers. ഞാൻ വളരെ അണ്ടർ പെർഫോം ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. But I had scored pretty well in interview. So that didn't went as bad as I imagined. എന്നാണ്, at least the interviews had a good impression. So interview happened and then I came back. I was in quarantine
And that is when the results came on August 4th. So results came, I had cleared with 45th rank, and that was a very happy moment. Happy moment മാത്രമല്ല, ഒരു satisfied moment ആയിരുന്നു, because these 2 years, ഞാൻ കോളേജ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ജൂൺ തൊട്ടിട്ട് till my results came, I was very honest throughout the preparation. ഈ 2 വർഷം I generally was a person who used to hang out with friends a lot. എൻ്റെ സ്കൂൾ കോളേജ് ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ എപ്പോഴും പുറത്തു പോകുമായിരുന്നു. പക്ഷേ ഒരു 2 years I had like കുറച്ച് ഈവൻസ് ഒക്കെ പോസ്റ്റ്പോൺ ചെയ്തിട്ട്, ഇറ്റ്സ് നോട്ട് ലൈക്ക് കംപ്ലീറ്റ്ലി സ്ട്രെസ് ചെയ്ത് പഠിച്ചു എന്നല്ല, പക്ഷേ അൺവാണ്ടഡ് ആയിട്ട് തോന്നിയ മീറ്റിംഗ്സ്, അൺവാണ്ടഡ് ആയിട്ട് things that I felt that are not necessary, I didn't do. I didn't go for unnecessary meetings, no outings, no ഒന്നും പോയില്ല. I had a goal, and that was to clear this examination. For that, ആ ഒരു 2 year ഒരു പ്ലാൻ ഉണ്ടാക്കി പഠിച്ചു, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു. And this is again one thing that I want to tell you. If you want to be here, you have to be consistent in your preparation. നമ്മൾ ഡെയിലി 1-2 മണിക്കൂർ ഇന്ന് പഠിക്കും, പിന്നെ ഒരു 2 ദിവസത്തെ ബ്രേക്ക് അടിക്കും, 3 മണിക്കൂർ അടുത്ത ദിവസം പഠിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം 10-15 മണിക്കൂർ പഠിച്ചിട്ട് പിന്നെ ഒരാഴ്ച പഠിക്കില്ല. ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ഷുഡ് നെവർ ഡു. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഇൻകൺസിസ്റ്റന്റ് ബിഹേവിയർ ആണ്. എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ടോർച്ചർ ചെയ്ത് 12 മണിക്കൂർ ഡെയിലി പഠിക്കണം എന്ന് ഞാൻ പറയില്ല. ദാറ്റ് വിൽ ഓൾസോ ഗിവ് യു ആൻ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ. അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ഡൗൺ ആയി പോകും ഇഫ് യു സ്ട്രെസ് സോ മച്ച്. What you have to do is a good amount of work every day. ഒരു 6 to 8 hours. Mainly ഞാൻ ഒരു 8 hours ആണ് എന്നും പഠിക്കാറ്. 8 to 9.5 hours പഠിക്കും. So what I used to, എൻ്റെ ഒരു ഈ ജേർണിയിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ 8 o'clock I would come to reading room. So 7:30 ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് I stay at Trivandrum. So ഞാൻ വീട്ടിൽ പോയി വരുവാണ്. എല്ലാ ദിവസവും 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങും. കറക്റ്റ് 8 മണിയാകുമ്പോൾ ഫോർച്യൂണിലെ റീഡിംഗ് റൂമിൽ എത്തും. 8 മണി തൊട്ട് രാത്രി 9 മണി വരെ ഓൾമോസ്റ്റ് എവറി ഡേ എക്സെപ്റ്റ് ഫോർ ഹോളിഡേസ്, പബ്ലിക് ഹോളിഡേസ് അല്ലാതെ എല്ലാ ദിവസവും ഇൻക്ലൂഡിങ് സൺഡേസ് ഞാൻ ഫോർച്യൂൺ റീഡിംഗ് റൂമിലായിരുന്നു 2018 to 2020 വരെ. ആൻഡ് that had helped me. Now when I look back, the time I spent here, the effort I put had helped me. So ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഡോണ്ട് ബി, നമ്മളെ തന്നെ ചീറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ആർക്കെങ്കിലും വേണ്ടി 2 മണിക്കൂറോ 3 മണിക്കൂറൊന്നും ആരെയും കാണിക്കാൻ വേണ്ടി ഒന്നും പഠിക്കാതിരിക്കുക. ഇഫ് യു റിയലി വിഷ് ടു ബി എ സിവിൽ സർവന്റ് ഓർ യു വോണ്ട് ദിസ് ആസ് എ കരിയർ ചോയ്സ്, അങ്ങനെയാണെങ്കിൽ ഓണസ്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. മേക്ക് എ പ്ലാൻ, മേക്ക് എ ടൈം ടേബിൾ. എനിക്ക് ജനറലി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് ഞാനൊരു നോട്ട്ബുക്കിൽ എഴുതും. ഐ ഹാഡ് 2 പ്ലാനിങ് നോട്ട്ബുക്സ് ഉണ്ട്. ലൈക്ക് 2 ഇയേഴ്സിന്റെ ഇപ്പം 2 ബുക്ക് ഉണ്ട്, ടോട്ടലി 2 ബുക്കായി. സോ ഐ വുഡ് റൈറ്റ് ടുഡേസ് ഡേറ്റ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. പോളിറ്റി 3 chapters, കറണ്ട് അഫെയർ ജനുവരിയിലെ ഒരു 4-5 pages, ദെൻ ന്യൂസ് പേപ്പർ ഓപ്ഷണൽ 1 chapter. സോ ഐ വുഡ് ഹാവ് എ പ്ലാൻ. ആൻഡ് ആ ദിവസം രാത്രി ഐ വുഡ് ടിക്ക് ഓർ കട്ട്. ചിലത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഐ വുഡ് കട്ട് ഇറ്റ് ഡൗൺ. ആൻഡ് അത് വീക്കെൻഡിലും ടുവേർഡ്സ് ആ വീക്കെൻഡ് ആവുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2-3 hours ഈ ഫോളോ അപ്പ് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്സ് പഠിക്കും. സോ ഐ ഹാഡ് എ പ്ലാൻ ആസ് ടു വാട്ട് ഐ എം ഗോയിങ് ടു ഡു എവറി ഡേ. എഗെയിൻ, വൈ യു ഹാവ് ടു പ്ലാൻ ഇൻ ദിസ് ഫേസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പഠിക്കാനുണ്ട്, ടോപ്പിക്സ് കുറച്ചധികം ഉണ്ട്. സോ നമ്മൾ പ്ലാൻ ഇല്ലാതെ പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ഐഡിയ കാണില്ല ഏതൊക്കെ ചാപ്റ്റേഴ്സ്, ഏതൊക്കെ സബ്ജക്ട് പഠിച്ചു, ഇനി ഇതിൽ എന്തുമാത്രം കവർ ചെയ്യാനുണ്ട്, ഹൗ ഫാർ ഹാവ് ഐ വർക്ക്, ഇതൊന്നും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല ഇഫ് യു ആർ നോട്ട് ഹാവിംഗ് എ പ്ലാൻ. സോ ഹാവ് എ പ്ലാൻ, be honest in your preparation, be consistent, be disciplined. These are generally the things that I would want to share to anybody who is preparing for this examination. And one more misconception that I have felt is, like I have heard is, നമ്മൾ എല്ലാവരും കേൾക്കും എല്ലാം പഠിച്ചാൽ മാത്രമേ സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. യു ഹാവ് ടു ബി ലൈക്ക് വെൽ വേഴ്സ്ഡ് ഇൻ എവറി സിംഗിൾ സബ്ജക്ട്. നോ, നമ്മൾ സൂര്യന് താഴെയുള്ള എല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ഐ ഹാവ് നോട്ട് സ്റ്റഡീഡ്. ആൻഡ് അങ്ങനെ പഠിക്കാനും പറ്റില്ല. നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇൻഫോർമേഷൻ ഇസ് ലൈക്ക് സോ വാസ്റ്റ്. നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ കൊണ്ട് ഇത്രയൊക്കെ പഠിക്കാൻ പറ്റുന്നത്? സോ യു ഡോണ്ട് ഹാവ് ടു സ്റ്റഡി എവറിഥിങ് അണ്ടർ ദ സൺ. ഓൾ യു ഹാവ് ടു സ്റ്റഡി ഈസ് ദ സിലബസ്. UPSC had given a detailed syllabus. Take up that syllabus. Based on that syllabus, prepare a plan. അതിന്റെ ബേസിസിൽ പഠിക്കാം. പഠിക്കുമ്പോൾ ലൈക്ക്
നമുക്ക് ഏത് മെത്തേഡ് ആണോ ഫേവറബിൾ ആയിട്ടുള്ള അത് വെച്ചിട്ട് പഠിക്കുക. അതായത് മേ ബി സം പീപ്പിൾ റൈറ്റ് ആൻഡ് സ്റ്റഡി, സം പീപ്പിൾ റീഡ് സം 2-3 times ആൻഡ് ദെൻ സ്റ്റഡി. ബേസിക്കലി എനിക്ക് വർക്ക് ആവുന്നത് ഞാൻ ഒരു ജനറൽ റീഡിംഗ് കൊടുക്കും എന്താണെങ്കിലും. ഐ ഗിവ് എ ജനറൽ റീഡിംഗ് ടു ഗെറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇറ്റ് ആൻഡ് ദെൻ ഇൻ ദ സെക്കൻഡ് റീഡിംഗ് ഞാൻ കുറച്ച് പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്യും. ഇങ്ങനെയാണ് ജനറലി ഞാൻ വർക്ക് ചെയ്യാനുള്ളത്. ദാറ്റ് മേ നോട്ട് ബി യുവർ ലൈക്ക് ദാറ്റ് മേ നോട്ട് വർക്ക് ഫോർ എൽസ്. നിങ്ങൾക്ക് വർക്ക് ആവുന്ന എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അങ്ങനെ പഠിക്കുക. And be honest. Like these are things that, and this is not an examination that an ordinary person cannot clear. That is a truly misconception. Anybody who wishes to clear this examination and who is ready to put in good amount of work can clear this examination without any doubt. So that is it. That was my UPSC journey. So after UPSC journey, I was like I told, I came back in March 27th. So I was in 6 months training lab NPS, and that was also a very good experience because basically ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്ത ഒരു വ്യക്തിയാണ്, നിന്നിട്ടില്ല. I had spent my entire life in Trivandrum. എൻ്റെ സ്കൂളിംഗ് കോളേജ് ഒക്കെ ട്രിവാൻഡ്രത്തായിരുന്നു. So those were the only 6 months I went out. So that was a different experience. You get to meet a lot of people. ഒരുപാട് പുതിയ പേര് നമ്മൾ കാണണം, and you'll meet a new people and you'll realize so many things also. Like a general understanding of things കിട്ടും. Then Mussoorie is a beautiful place, so that is also good. And then I came back on March 27th, and I had join ചെയ്തു. പക്ഷെ ഇപ്പം ഓൺലൈൻ ക്ലാസ് ആണ്, ലൈക്ക് ദ സ്റ്റേറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ് ആണ്. I'll join in Malappuram next week. So that had been my experience or my UPSC journey from 2018 to 2020. Now I think we'll take up questions. Sebin, can I start answering the questions from chat box? Yes, ma'am, sure. Okay, thank you. So the first question I see is, could you please explain 1-year plan before the preliminary? So ഞാൻ പറഞ്ഞത് തന്നെയാണ് plan that June 2018 initially I started with NCERTs. I like say it in short ആയിട്ട് പെട്ടെന്ന് ഒന്ന് പറയാം. I started with NCERTs, then NCERTs finish ചെയ്തതിനു ശേഷം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് പഠിച്ചു. സ്റ്റാൻഡേർഡ് ബുക്സിന്റെ കൂടെ simultaneously current affairs also പഠിച്ചിട്ടുണ്ടായി. Somewhere from November to February optionals and mains also പഠിച്ചു. Again, why you have to do this is, നമുക്ക് പ്രിലിംസിന് ശേഷം ഒരു 2.5-3 months മെയിൻസ് കിട്ടുകയുള്ളൂ. ആ ഒരു പീരീഡിൽ നമുക്ക് എല്ലാം കൂടി പഠിക്കാൻ പറ്റില്ല. ഇൻ ദ സെൻസ് ദാറ്റ് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ മെയിൻസിന്റെ ഫുൾ സിലബസ് കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ മെയിൻസ് പ്രിപ്പറേഷൻ November to February, ദാറ്റ് ഇസ് മെയിൻസ് ക്ലാസ്സസ് ഇവിടെ നടന്ന സമയത്ത് മെയിൻസ് ഓൾസോ ഞാൻ സൈമൾട്ടേനിയസ്ലി പ്രിപ്പയർ ചെയ്തു. From March, April, May, again complete prelims preparation and prelims comprehensive test series ആയിരുന്നു. So this was the plan. I guess that's done. Current affair preparation strategy. Okay. So 12 months of CA is enough for prelims and mains. Yes, 12 months is good enough. So 1 year, if you are going to write in 2020-22, ജൂണിലാണ് എക്സാം എങ്കിൽ 2021 ജൂൺ തൊട്ട് നമ്മൾ എന്തായാലും പഠിക്കണം. ഇഫ് യു ക്യാൻ ഒരു 2001 Jan Feb തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാം. സോ ഞാൻ പഠിച്ചത് 2019 ജൂൺ. ഫോർ 2019 ജൂൺ എക്സാമിനേഷൻ ഐ സ്റ്റഡീഡ് കറണ്ട് അഫയർ ഫ്രം 2018 January. സോ ഈ ഒരു ഡ്യൂറേഷനിലാണ് കറണ്ട് അഫയേഴ്സ് പഠിച്ചത്. ആൻഡ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ചോദിക്കുകയാണെങ്കിൽ എവറി ഡേ ഐ സെഡ് മോർണിംഗ് 2 hours ന്യൂസ് പേപ്പർ വായിക്കുക. That's the first thing I do every day morning. Reading room വരിക, 8 to 10 news newspaper. And newspapers I haven't made like elaborate notes prepare ചെയ്തിട്ടില്ല. What I used to do was main specific notes ആണ് newspaper prepare ചെയ്തിട്ടുള്ളത്. So ഗവൺമെന്റ് എഡിറ്റോറിയലിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് വേ ഫോർവേഡ് പോയിന്റ്സ് കിട്ടും. അതായത് ഒരു editorial basically how it is structured, they would explain a problem, what are the issues regarding that, what are the way forward. So ആ പോയിന്റ്സ് ഒക്കെ നല്ല പോയിന്റ്സ് ഒക്കെ ഞാൻ നോട്ട് ഡൗൺ ചെയ്യുമായിരുന്നു. ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അബൌട്ട്
say about education itself. Issues I address initially, and then way forward, കുറച്ച് ഗവൺമെന്റ് സ്കീംസോ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ കാണും. സോ ഇങ്ങനെ കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ ഞാൻ നോട്ട് ചെയ്യുമായിരുന്നു ഫ്രം ന്യൂസ് പേപ്പർ. അതർ ദാൻ ദാറ്റ് ഇൻസൈറ്റ്സ് ഇൻ ദ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഐ യൂസ് ടു റീഡ്. ഇൻസൈറ്റ്സ് ഇൻ ദ ഡെയിലി കറണ്ട് അഫയേഴ്സ് വായിക്കും. ദാറ്റ് ഐ യൂസ് ടു റീഡ് അറ്റ് നൈറ്റ്. സോ മോർണിംഗ് ഐ വുഡ് റീഡ് ന്യൂസ് പേപ്പർ, നൈറ്റ് ഐ വുഡ് റീഡ് ദ ഡെയിലി കറണ്ട് അഫയേഴ്സ്. ആൻഡ് മന്ത്ലി കമ്പൈലേഷൻ, യു ക്യാൻ ചൂസ് എനി കമ്പൈലേഷൻ. ഏതെങ്കിലും ഒരു നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഒരു കമ്പൈലേഷൻ എടുക്കാം. സോ ഒരു മന്ത്ലി കമ്പൈലേഷൻ എടുത്തിട്ട് എക്സ്ട്രാ എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടോ, അതായത് ഐ ഹാഡ് റെഡ് ന്യൂസ് പേപ്പർ ആൻഡ് ഇൻസൈറ്റ്സ്, എന്തെങ്കിലും എക്സ്ട്രാ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്സ് മാത്രം മന്ത്ലി ഒരു കമ്പൈലേഷൻ ഐ വുഡ് നോട്ട് ഡൗൺ. സോ ദിസ് വാസ് മൈ കറണ്ട് അഫെയർ പ്രിപ്പറേഷൻ. Can I pursue civil services after choosing science in 11th? Yes, you can. നമ്മൾ സയൻസ് 11th പഠിച്ചെന്ന് പറഞ്ഞിട്ടോ ഡിഗ്രി ബിടെക് പഠിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു ഇഷ്യൂസ് ഇല്ല. ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഹു ക്ലിയർ ലൈക്ക് അറ്റ്ലീസ്റ്റ് പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് ബിടെക് ഗ്രാജുവേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ. ഇപ്പം എൻ്റെ ബാച്ചിലാണെങ്കിലും 2020 ബാച്ചിൽ മോർ ദാൻ ഹാഫ് ഓഫ് ദം ആർ ബിടെക് ഗ്രാജുവേറ്റ്സ്. സോ നമ്മൾ 12th അല്ലെങ്കിൽ ഡിഗ്രിക്ക് എന്ത് സബ്ജക്ട് ചൂസ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ബേസിക്കലി ഐ വുഡ് സേ ഗോ വിത്ത് യുവർ ഇൻട്രസ്റ്റ്. I was interested in studying social science. അതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ സയൻസ് എടുത്തത്. ബട്ട് ഇഫ് യു ലൈക്ക് സയൻസ് ആണ് ഇഷ്ടമെങ്കിൽ സയൻസ് എടുക്കുക, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇഫ് യു ക്യാൻ ഡെവലപ്പ് എ ഹാബിറ്റ് ഓഫ് ന്യൂസ് പേപ്പർ റീഡിങ്, ബിക്കോസ് നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വാട്ട് ദിസ് എക്സാമിനേഷൻ ഇസ് അബൌട്ട് എന്നൊരു ഐഡിയ ഉണ്ട്. ബേസിക്കലി നമ്മളൊരു സോഷ്യലി അവെയർ, ജനറലി അവെയർ ഒരു പേഴ്സൺ ആയിരിക്കണം. ദേ ആർ ലുക്കിംഗ് ഫോർ എ പേഴ്സൺ ഹു ഈസ് സോഷ്യലി അവെയർ. ഇങ്ങനെ ഒരു കുറച്ച് ഐഡിയാസ് ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യില്ലേ, ദാറ്റ് വുഡ് ബി ആഫ്റ്റർ യുവർ ഗ്രാജുവേഷൻ, ദാറ്റ് ഇസ് സം 4-5 years ഫ്രം നൗ. ആ ഒരു സമയത്ത് നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീൽ വരില്ല. സോ വെൻ ഐ സ്റ്റാർട്ടഡ് ഇൻ 2018 എന്റെ സീരിയസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴാണ്. പക്ഷേ ഐ ഹാഡ് എൻ ഐഡിയ അബൌട്ട് ഈ ഒരു എക്സാമിനേഷനെ പറ്റി ഒരു ഐഡിയ ഉണ്ട്, ആൻഡ് ദാറ്റ് ഹാഡ് ഹെൽപ്പ് മീ. ആൻഡ് ദ ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു ഹാബിറ്റും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വൈ? ബിക്കോസ് ഇപ്പം ബേസിക്കലി എല്ലാവരും ഹിന്ദു ന്യൂസ് പേപ്പറാണ് വായിക്കാറുള്ളത്. നമ്മൾ ഹിന്ദു പത്രം ആദ്യമായിട്ട് എടുത്ത് വായിക്കുകയാണെങ്കിൽ കുറച്ചധികം മനസ്സിലാക്കാനും ഡിഫിക്കൽട്ട് ആയിരിക്കും, അതൊരു കോംപ്രിഹെൻഡ് ചെയ്തെടുക്കാനൊക്കെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ബട്ട് ബിക്കോസ് ഐ ഹാഡ് ദിസ് ഹാബിറ്റ് ഓഫ് ന്യൂസ് പേപ്പർ റീഡിങ്, 2018 പ്രിപ്പറേഷൻ സ്പെസിഫിക് ആയിട്ട് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് വായിക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ തിങ്സ് എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഐഡിയ ഉണ്ടായിരുന്നു. ഇഫ് എനി ഇഷ്യൂ പോപ്പപ്സ് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് നോളജ് കാണും, വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ആ ഒരു പ്രോസസ് വാസ് എ ബിറ്റ് സ്മൂത്തർ ഓർ ഈസിയർ ഫോർ മീ, ബിക്കോസ് I was used to reading newspaper and I was a student of social science also. But if you are interested in studying science and you want to pursue engineering or medicine for that matter, it doesn't matter. നമ്മൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ പക്ഷേ സിലബസ് അനുസരിച്ച് പഠിക്കാം. ആൻഡ് ഇഫ് യു ക്യാൻ give some foundation before that is also helpful. Have any sports weightage in this exam? I didn't get this question. Sports weightage and എനിക്ക് മനസ്സിലായിട്ടില്ല. If you can please clarify, it would be helpful. How did you overcome tension? I had answered it already. One thing is I used to talk to myself. See, എനിക്കൊരു particular hobby as such ഒന്നുമില്ല. I was not a എന്തെങ്കിലും മ്യൂസിക് ലൈക്ക് ഡാൻസർ അല്ല, മ്യൂസിക് അറിയില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഹോബീസ് ഒന്നും ഇല്ലാത്തൊരു പേഴ്സൺ ആണ്. ഐ ഒക്കേഷണലി യൂസ് ടു പ്ലേ ബാഡ്മിന്റൺ. അതും ഞാൻ ഇവിടെ പഠിച്ചു തുടങ്ങി ഹോസ്റ്റലിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇവിടെ അടുത്തൊരു ബാഡ്മിന്റൺ കോർട്ടിൽ പോയി കളിച്ചതാണ്. അല്ലാതെ ഐ എം നോട്ട് എ ബാഡ്മിന്റൺ പ്ലെയർ either. So I generally don't have any hobby. പക്ഷേ one thing I used to do was I used to write diary. This is something again വളരെ earlier സ്റ്റാർട്ട് ചെയ്ത സാധനമാണ്. I started this when I was in 6th-7th standard ആകുമ്പോൾ അന്ന് എന്താ ക്ലാസ്സിൽ സംഭവിച്ചതെന്നൊക്കെ എഴുതി തുടങ്ങിയതാണ്. Later it became a habit and I started enjoying writing. So that is what I used to do to overcome tension as well. ഞാൻ whenever I felt very low, I would write ഇതൊക്കെയാണ് എൻ്റെ ടെൻഷൻ, will I clear ആണോ, സംസാരിക്കാൻ പറ്റാത്തതാണോ, ആൻസർ എഴുതാൻ പറ്റാത്തതാണോ, whatever my tension is, I used to write it. And then I didn't leave it like that. I would convince myself that I can clear this examination. എൻ്റെ പ്രശ്നങ്ങളും ടെൻഷൻസ് ഒക്കെ ഞാൻ തന്നെ അഡ്രസ് ചെയ്യുമായിരുന്നു. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി പേജ് എന്നെ ഞാൻ തന്നെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. ഇനിഷ്യലി സെൽഫ്
And I think self-motivation helps a lot also. Because നമ്മൾ സ്വന്തമായിട്ട് കൺവിൻസ് ചെയ്യണം that you can clear. So that was one self-motivation. Second was I talked to my friends, teachers, family members, people who really see. Every one of you will have somebody in your life whom you love, whom you like so much, and they also like you. They also want to see you in a very good position. So അവരുമായിട്ടൊക്കെ സംസാരിക്കാം. And if you have a hobby, do that also. എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടെങ്കിൽ അത് പെർസ്യൂ ചെയ്യുക. ഇഫ് യു ആർ എ സിംഗർ, സിംഗ്. ഇഫ് യു ഡാൻസ് വെൽ ഓർ യു ആർ എ ഡാൻസർ, ദിവസം ഒരു അരമണിക്കൂർ ഡാൻസ് ചെയ്യുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല. ആൻഡ് അതർ ദാൻ ദാറ്റ്, എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം, ഞങ്ങൾ ചായ കുടിക്കാൻ പോകും. അപ്പം വീൽ വാക്ക് ഫോർ ലൈക്ക് സം ഹാഫ് ആൻ അവർ. വെൻ ഐ യൂസ് ടു റീഡിംഗ് റൂമിൽ നിന്ന് ഒരു വൈകിട്ട് 5 മണിയാകുമ്പോൾ എല്ലാ ദിവസവും ചായ കുടിക്കാൻ പോകുമായിരുന്നു. ആ സമയത്ത് വി വുഡ് എക്സ്റ്റെൻഡ് അവർ വാക്ക് ബൈ സം ഹാഫ് ആൻ അവർ. ദീസ് ആർ ദി തിങ്സ് ദാറ്റ് ഐ യൂസ് ടു ഓവർകം ടെൻഷൻ. Which current affair magazine is best for civil services? See, ഒരു particular current affair magazine best ആണ്. As such, I don't know. I'll tell what I prepared. ഞാൻ ഇൻസൈറ്റ്സിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വായിച്ചിട്ടുണ്ട്, വിഷന്റെ മന്ത്ലി കമ്പൈലേഷൻസും വായിച്ചിട്ടുണ്ട്. സോ ദീസ് ആർ ദ 2 current affair magazines that I followed. And see, again, ഒരു കമ്പൈലേഷൻ എടുക്കുക, read it. ചിലർക്ക് ഇപ്പം ഇൻസൈറ്റ്സ് വായിക്കുമ്പോൾ കംഫർട്ടബിൾ അല്ലായിരിക്കും, കുറച്ചും പ്രിലിംസ് ഓറിയന്റഡ് ആണ് അല്ലെങ്കിൽ ഫാക്ച്വൽ ഓറിയന്റഡ് ആണ്. ദെൻ ദേ ഗോ ഫോർ സം അതർ മാഗസിൻ ആൻഡ് ദാറ്റ് ഇസ് ഫൈൻ. ഒരു മാഗസിൻ എടുക്കുക, വായിച്ചു നോക്കുക, വാണ്ടഡ്, ആൻഡ് ഇഫ് യു ആർ ഏബിൾ ടു ഗ്രാസ്പ് തിങ്സ് ഇൻ എ ബെറ്റർ മാനർ by reading that magazine, then follow it. It should see sufficiently ആ മന്തിലെ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്ത ഒരു മാഗസിൻ ആയിരിക്കണം in a proper manner. Please tell us about preparation tips for PG students. One thing you can do is, see, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. You have to start reading newspaper. If you are not, then NCERTs വായിച്ചു തുടങ്ങാം, or NCERTs you can buy the textbooks and start reading NCERTs, or download online and then start reading. The next thing you can do, I guess, is answer writing on the practice ചെയ്യാം. See, ഇപ്പൊ എന്തെങ്കിലും നമ്മളിപ്പം NCERTs പഠിക്കുകയാണ്, അതിന്റെ ബേസിസിൽ ഒരു ആൻസർ എഴുതി നോക്കുക, ആൻഡ് ദെൻ ആൻസേഴ്സ് എങ്ങനെയാണ്, how to structure an answer. So basically an answer is like there would be an introduction, there is a body of the answer, and there is a conclusion. So answers എഴുതി പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ PG സബ്ജക്റ്റ് ആണ് if you are taking as your optional, then കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് PG പഠിക്കുക. If you are taking that as your optional, അങ്ങനെയാണെങ്കിൽ പഠിക്കാനുള്ള പേപ്പേഴ്സ്, the 2 years you will have some 8 to 10 papers to study, അതും കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. Can you please share your interview experience? So basically interview experience after COVID, it happened after COVID in the sense that COVID മാറിയിട്ടില്ല, പക്ഷേ after the lockdown, after the first lockdown in March, April, May. So my interview was in July. So I had mask, gloves and face shield. That was afternoon ആണ്. That was a very good experience in the sense that, see, നമുക്ക് will not get an opportunity to go to Delhi. ഡൽഹിയിൽ പോയി ഒരു highly qualified അല്ലെങ്കിൽ people who had worked some 30+ years in government or in private sector, ഇത്രയും വർക്ക് ചെയ്ത പീപ്പിളുടെ ഫ്രണ്ടിൽ നമുക്ക് സംസാരിക്കാൻ വേറൊരു അവസരം കിട്ടാനുള്ള സാധ്യത കുറവല്ലേ. സോ in that sense that was a very enriching experience. There were some questions, an honest experience would be, there were some questions I couldn't answer. കുറച്ച് factual questions എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. There were some answers, opinion based answers, and questions about me. So I had questions like why social science after 10th, your dream job, and then about how to should we reduce juvenile crimes in the age, criminals in the age 18-16 ആക്കണം. There were some opinion based questions for which I could answer comfortably and in a proper manner. There were some factual questions like Competition Commission of India പറ്റിയൊക്കെ പറയുന്നത്, which I didn't know, which I couldn't remember at that point. So അതൊക്കെ I don't know തന്നെയാണ് പറഞ്ഞത്. And what I have felt is, ഇന്റർവ്യൂവിൽ നമ്മുടെ നോളജ് അല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം പഠിച്ചിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതല്ല അവർ ചെക്ക് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായത്. From my interview experience, what I understood is they are looking for a genuine person. They are
they'll not take it well if you bluff an answer. നമുക്കൊരു ഉത്തരം അറിയില്ല, പക്ഷെ you try to make up an answer. എന്നിട്ട് അത് പറഞ്ഞു, പിന്നെ അവര് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ you couldn't answer. So then they'll think that you are a നമ്മൾ കളത്തരം പറയുന്ന ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ we had just cooked up a story before them to show them that we are knowledgeable. So ഇങ്ങനെയുള്ള ഇഷ്യൂസ് ആണ്, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ബാക്ക്ഫയർ ചെയ്യും. അല്ലാതെ they are not checking like നമ്മൾ ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് ആൻസേഴ്സ് പറയുന്നുണ്ടോ, അതൊന്നും അല്ല അവിടെ വെയിറ്റേജ്. ദേ ആർ ചെക്കിംഗ് ദ പേഴ്സണാലിറ്റി, ദേ ആർ ചെക്കിംഗ് ഹൗ ഗുഡ് എ പേഴ്സൺ യു ആർ, ഓർ ഹൗ ഗുഡ് ആൻ ഓഫീസർ യു വിൽ ബി, വാട്ട് ആർ ദ ക്വാളിറ്റീസ് യു ഹാവ് ആസ് എ ഹ്യൂമൻ ബീങ് ആൻഡ് വിൽ ഇറ്റ് ബി ദർ. ഓർ നമ്മൾ ഓഫീസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ആ സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ പേഴ്സണൽ ട്രേറ്റ്സ് ആണ് അവർ ഇന്റർവ്യൂവിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. What is the advantage of choosing Delhi University? I don't know, because ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. I studied in Marivalios, and I don't Delhi University പഠിച്ചത് കൊണ്ട് നമ്മൾ ക്ലിയർ ആകണമെന്നില്ല. See, there is no thing like നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റി പഠിച്ചാലേ ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ you have to be an IIT അല്ലെങ്കിൽ highly premier institutions of the country ന്ന് പാസ് ആയാൽ മാത്രമേ ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നില്ല. Because I studied from Kerala University and I have not faced like university issues ഒന്നും അവിടെ ഫേസ് ചെയ്തിട്ടില്ല. But if you want to study Delhi University, you want to go outside Kerala, you want to have a bit more exposure, then it's good enough. There is no issues. Does it mean that you were completely behind your studies, or were you having time for other activities too? See, I was behind my studies in the sense that I devoted a good amount of hours every day for my studies. That is true. I will not deny it. So, like I told earlier, 8 hours or 6 to 8 hours, it would vary. See, ചില ദിവസം നമുക്ക് പഠിക്കാൻ നമ്മൾ ഡൗൺ ആയിരിക്കും, പഠിക്കാനുള്ള മൂഡ് കാണില്ല. ആ ഒരു ദിവസം 5 to 6 hours is okay. When you are in a very good state of mind, that can go up to 8 hours. So, basically, I knew ഒരു പെർട്ടിക്കുലർ ഡേ എന്താണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഐ ട്രൈ ടു കവർ ഇറ്റ്. പക്ഷേ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് പഠിച്ചിട്ട് മാത്രമാണ് നടത്തിയൊന്നുമില്ല. ഐ യൂസ് ടു വാച്ച് മൂവീസ്, ഐ യൂസ് ടു ഗോ ഫോർ വാക്ക്, ലൈക്ക് ഐ ടോൾഡ് എവറി ഡേ. എല്ലാ ദിവസവും എനിക്ക് റിലാക്സ് ചെയ്യേണ്ട മാനറിൽ ഐ ഹാഡ് റിലാക്സ് മൈ സെൽഫ്. ഐ ഹാഡ് നോട്ട് എനി പെർട്ടിക്കുലർ ഹോബി ഒന്നും ഇല്ലായിരുന്നു പെർസ്യൂ ചെയ്യാൻ വേണ്ടി. ബട്ട് ഐ ഡിഡന്റ് സ്ട്രെസ് മൈ സെൽഫ് ടു മച്ച് ഓൾസോ. I would talk to friends, I would watch YouTube videos, all these things I also did. It's not like I was stressing myself too much in this process. I had heard from the interview of most toppers that preparation should be in a holistic approach, or preparation must be mains oriented. Actually, what this approach means, mains oriented, നമ്മളൊരു പെർട്ടിക്കുലർ ടോപ്പിക് പഠിക്കുമ്പോൾ ദർ ഇസ് നത്തിങ് ലൈക്ക് ഇത് പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നു, ഇതിന് മെയിൻസിന് വേണ്ടി പഠിക്കുന്നു. പ്രിലിംസിന് നമ്മൾ കുറച്ചുകൂടി ഫാക്ട്സ് അറിഞ്ഞിരിക്കണം. ആൻഡ് ഇഫ് യു ആസ്ക് മീ, പ്രിലിംസിൽ ഓൾസോ അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പ്രിലിംസിൽ ഓൾസോ നമ്മൾ മെയിൻസിന് വേണ്ടി പഠിക്കുന്ന പോലെ അനാലിറ്റിക്കൽ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ബീയിങ് ആസ്ക്ഡ്. സോ ഒന്നും ഇത് പ്രിലിംസിന് വേണ്ടി മെയിൻസിന് വേണ്ടി അങ്ങനെ ഒരുപാട് കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് പഠിക്കാതിരിക്കാൻ. There are some prelims and main specific topics ഉണ്ട്. ഇപ്പോൾ world history, internal security, disaster management, these are not in prelims topics per se ഇല്ല, പക്ഷേ മെയിൻസിലുണ്ട്. സോ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് നമ്മൾ മെയിൻസിൽ ethics is a paper that you will study for mains. സോ ഇങ്ങനെ മെയിൻ സ്പെസിഫിക് ആയിട്ട് കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, സബ്ജക്ട്സ് ഉണ്ട്. അത് നമ്മൾ മെയിൻസിന് വേണ്ടി പഠിക്കുന്നു പറയും. പക്ഷെ അല്ലാതെ ഇഫ് യു ഗെറ്റ് എ വെരി ജനറൽ ടോപ്പിക് വിച്ച് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ പ്രിലിംസ് ആൻഡ് മെയിൻസ്, ഹോളിസ്റ്റിക് ആയിട്ട് തന്നെ പഠിക്കാം. സോ വാട്ട് ഇസ് ദിസ് ഹോളിസ്റ്റിക് ആയിട്ട് പഠിക്കാം? വാട്ട് ഇസ് ദ ടോപ്പിക് അറ്റ് യുവർ ഹാൻഡ്? അതിനെപ്പറ്റി കുറച്ച് ഫാക്ട്സ് ആണല്ലോ. എഗെയിൻ, ഇഫ് ഇറ്റ്സ് അബൌട്ട് സ്വച്ഛ് ഭാരത് മിഷൻ, ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ പ്രിലിംസ്, ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ മെയിൻസ് ഓൾസോ. പ്രിലിംസും ചോദിക്കുകയാണെങ്കിൽ ആ ഒരു സ്കീം റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ, വാട്ട് ആർ യു ഗോയിങ് ടു സ്റ്റഡി, ഹൂ ഇസ് ദാറ്റ് സ്കീം, വാട്ട് ഇസ് ദി ഒബ്ജക്റ്റീവ്, വിച്ച് മിനിസ്ട്രി ഇസ് ദർ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ആൻഡ് മെയിൻസിന് വരുമ്പോൾ ഇറ്റ് വുഡ് കം ആസ് ക്രിട്ടിക്കലി analyze the scheme ആയിരിക്കും ക്വസ്റ്റ്യൻ. സപ്പോസ് ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ദർ ഓൾസോ നമ്മൾ ഈ പ്രിലിംസിൽ പഠിക്കുന്ന ഫാക്ട്സ് എഴുതും, അറ്റ്ലീസ്റ്റ് ഇൻട്രോയിൽ നമ്മൾ എഴുതും. ദിസ് സ്കീം വാസ് സ്റ്റാർട്ടഡ്, ആ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്, വിൽ റൈറ്റ് ദാറ്റ് ഒബ്ജക്റ്റീവ് ആൻഡ് വിൽ അനലൈസ് ഇറ്റ്, വിൽ റൈറ്റ് ദി
what are the pros of this scheme? ഇത് എന്തൊക്കെ positives ആണ് കൊണ്ടുവന്നത്, and where is this lacking behind? What is the way forward? This is how you write a mains answer. പക്ഷേ നമ്മളൊരു പെർട്ടിക്കുലർ ടോപ്പിക് പഠിക്കുമ്പോൾ we integrate both and study in a holistic approach. ഇതാണ് what they mean by a holistic approach to studies. Suggestions for selecting an optional subject. Okay, so optional subject. First thing is, ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒക്കെ സബ്ജക്ട്സ് എടുക്കണമെന്ന് മനസ്സിൽ ഇങ്ങനെ കാണുവാണെങ്കിൽ, at least I had it like PSIR, PubAd and sociology. These were the 3 optionals in my mind. So economics also. So economics was my graduation subject. So ഞാൻ ചെയ്തത് ഈ 4 സബ്ജക്ട്സ് എടുത്തു. ഇതിന്റെ സിലബസ് വായിച്ചു. First thing I did was I went through the syllabus. Then ഒരു 3 to 4 years previous question papers of all these 4 papers. ഇതിന്റെ 4ന്റെയും previous year question papers ഞാൻ നോക്കി. So then I came down to then I look for, so അപ്പം എനിക്കൊരു ഓവറോൾ ഐഡിയ കിട്ടി. I had like ഏതൊക്കെ ഏരിയാസ് ആണ് ഇൻട്രസ്റ്റ് എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി. When I look for guidance, proper, because I wanted guidance, I was not coaching എടുക്കണം എന്നായിരുന്നു എന്റെ പ്രിഫറൻസ് വാസ് ടു ടേക്ക് അപ്പ് കോച്ചിങ്. അതർവൈസ് ഞാൻ ഈ ഓപ്ഷണൽ സബ്ജക്ട് പഠിക്കാൻ വേണ്ടി I would have to put a lot more effort all by myself. So I wanted to take coaching. So I looked for ഇതിൽ ഏത് ഓപ്ഷണൽ സബ്ജക്ട്സിന് കോച്ചിങ് അവൈലബിൾ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ, ദെൻ മെറ്റീരിയൽ അവൈലബിൾ ആണോ. നമുക്ക് ഇൻട്രസ്റ്റ് മാത്രം പോരാ, പഠിക്കാനും മെറ്റീരിയലും കൂടി കയ്യിൽ വേണം. സോ ഇങ്ങനെ എല്ലാം കൂടി അനലൈസ് ചെയ്തിട്ട് I came up at sociology. So that is what I would advise you also or recommend you also. First, നമ്മുടെ area of interest identify ചെയ്യുക, because optional is a subject which നമ്മൾ കുറച്ചധികം എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ കുറച്ചധികം മണിക്കൂറുകളും ഒരേ സബ്ജക്ട് പഠിക്കുകയാണെങ്കിൽ that would be optional. So area of interest ആയിരിക്കാം. If you are a person who want guidance, look for good guidance ഉള്ള എടുക്കാം. One reason why I didn't choose economics was economics പഠിപ്പിച്ചാൽ എവിടെ ആരുമില്ലായിരുന്നു. എക്കണോമിക്സിനുള്ള ഗൈഡൻസ് ജനറലി ട്രിവാൻഡ്രത്ത് കുറവാണ്. Then material availability, materials, sufficient enough materials also കിട്ടുന്ന ഒരു സബ്ജക്ട് ആണെങ്കിൽ you can choose that option. There is no issue. My option was sociology. What all things you have to consider about a coaching institute? Can you help by saying your opinion about online coaching? So coaching institute, see, I had come to, I'll not name institutions, പക്ഷേ ഞാൻ ഫോർച്യൂണേറ്റ്ലി വന്നിട്ടുണ്ട്, വേറെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പോയിട്ടുണ്ടായി. So I came here, talk to Sailesh sir. So Sailesh sir is the director. Sir ഇവിടുത്തെ academic director ആണ്. So I talked to him and he was very friendly that day. I came with my father, who is very excited about my studies. So ഞങ്ങൾ രണ്ടും വന്നു, Sailesh sirന്റെ ക്യാബിനിൽ സംസാരിക്കായിരുന്നു. And sir was like, sir was very friendly. I liked the way, the reason why I joined Fortune that day was എനിക്ക് സാറിനെ ഇഷ്ടപ്പെട്ടു. സാർ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. He instantly, my father ആയിട്ടും ഫ്രണ്ട്സ് ആയി, and we started talking about things, talking about this examination, what are the difficulties. So the ambience is what I liked here and I joined here. So if you and mostly results നമ്മൾ നോക്കുകയാണ്. So that year ഞാൻ join ചെയ്യുന്നതിന് മുന്നത്തെ വർഷം Ramit Chetan, Anand Mohan, Hari Kalikat, all these people had cleared from here. All these people cleared from Fortune. So I had an idea that okay, people are clearing, and then I like the ambience. I talked to the faculty, I like them also, and I joined. And my opinion about online coaching, see, these are tough times. So ഞാൻ ഓഫ്ലൈൻ കോച്ചിങ് ആണ് കംപ്ലീറ്റ്ലി അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ these are tough times where you cannot have offline classes. ഇപ്പം ഇല്ല, COVID situation വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഫോർ നെക്സ്റ്റ് 2 months I guess classes would be 2 months or more. അറിയില്ല നമുക്ക് സിറ്റുവേഷൻ എങ്ങനെ പാൻ ഔട്ട് ചെയ്യുന്നു. പക്ഷേ ക്ലാസ്സസ് മൈറ്റ് ഗോ ഓൺലൈൻ, ബട്ട് ഐ തിങ്ക് ദാറ്റ് ഇസ് നോട്ട് ബിഗ് ആൻ ഇഷ്യൂ എന്ന്. ഞാൻ പ്രിപ്പറേഷൻ സമയത്ത് ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും when I was in LBS and now also ഇന്ന് രാവിലെയും I had 2 online classes. I had morning IMG classes ഉണ്ടായി. So
that is part of my state training. So state training IMG Institute ആണ് നടത്തുന്നത്. So അതിന്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായി and that was sufficient, fairly interactive ആയിരുന്നു. നമുക്ക് questions raise ചെയ്യാം and I was comfortable in that class also. So I don't think online classes would be so much of an issue. Maybe നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ when you physically come to a place, the feeling is different. You will get friends. ആ ഒരു areas മാത്രമേ lag ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അല്ലാതെ on the quality of classes or the content you get, that won't change much. How was your reaction when the results are out? I was happy. I was thankful. See, it was not just happiness. Happiness, yes, because I could clear this examination. I could, the dream that I had, that fulfill our happiness. But more than happiness, it was thankful or grateful to a lot of people. Again, I don't think that ഇത് ഞാനൊരു ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റ് ആണെന്ന് ഒരിക്കലും പറയില്ല. ഞാൻ എക്സാം എഴുതി പാസ്സായി, അതൊക്കെ ഇൻഡിവിജ്വലി ചെയ്ത കാര്യമാണെങ്കിൽ പോലും a lot of people had supported in this journey. Not just classes wise അല്ലെങ്കിൽ പഠിപ്പിച്ചു തന്നു മാത്രമല്ല, emotionally also. Whenever I was down, whenever I needed help, whenever I needed somebody to tell me that you can clear this examination, people were there. So it is an effort. അവരുടെയും എല്ലാവരുടെയും ഒരു ഹാൻഡ് ഇതിലുണ്ട്. If I'm sitting here today in front of you, a lot of people had helped me. So more than happiness was there. പക്ഷേ എനിക്ക് ഹാപ്പിനെസ്സിനെ കാട്ടിലും അന്നുണ്ടായിരുന്ന ഒരു റിയാക്ഷൻ was grateful, I would say, to a lot of people. Current affair I had already answered. What were your hobbies that you mentioned in DAF? Is it important to have a hobby before you go in for interview? So in the hobby section, ഞാൻ എഴുതിയത് ഡയറി റൈറ്റിംഗ് മാത്രമാണ്. I didn't have any other hobby and ഞാനൊരു പെട്ടെന്നൊരു ഹോബി കുക്കപ്പ് ചെയ്ത് എഴുതിയ അവിടെ പോയി അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യില്ലെന്ന് എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് I just wrote diary writing. I didn't write any hobby. See, if you don't have a hobby, കുറച്ച് ആലോചിച്ച് നോക്കുക. മേ ബി നമുക്ക് എല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണും, കുറച്ചധികം ആലോചിച്ച് നോക്കിയാൽ കിട്ടുമായിരിക്കും, അത് എഴുതുക. ബട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് വൺ ആൻഡ് ഇന്റർവ്യൂവിന് പോകുന്ന ഇയറും ആണെങ്കിൽ, ഇഫ് യു ക്യാൻ ആ ഒരു 2 months ഇപ്പം ബാഡ്മിന്റൺ ഒക്കെ കളിക്കാൻ പോവോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എഴുതുക. What about the revision strategy? So revision strategy was, I told first, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സംഭവമാണ്. whatever I studied in the first 5-6 days, 7th day revise ചെയ്യും. That was my revision strategy throughout. And then specific prelims revision വരികയാണെങ്കിൽ the 2 months before prelims completely revision ആണ്. And I would also suggest you, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു വീക്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ആ വീക്കെൻഡിൽ തന്നെ പഠിക്കുക. ബിക്കോസ് അതർവൈസ് ഇറ്റ് വിൽ ഗെറ്റ് എ ലോട്ട്. നമ്മൾ പഠിച്ചു പോകും, പക്ഷെ നമ്മൾ പഠിച്ചതൊക്കെ അറ്റ്ലീസ്റ്റ് ബേസിക് തിങ്സ് എങ്കിലും നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ശരിക്കും ഓർമ്മയുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം റിവൈസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഫസ്റ്റ് 6 days പഠിച്ചു, 7th day വായിക്കുമ്പോഴാണ് അന്ന് വായിച്ച ഈ പോയിന്റ് ഒന്നും ഇപ്പോൾ ഓർമ്മയില്ലല്ലോ നമുക്ക് തന്നെ മനസ്സിലാവും. ദെൻ വീൽ റിവൈസ് ഇറ്റ് ദാറ്റ് ഡേ. Sometime after we'll revise it again. So that helps. What is your message to new teenagers, civil service aspirant? Whatever I told till now, that is, if you really want to be here, put in that right effort, be consistent, be honest. Whenever there is a pressure point or tensed, confused moments, very important, talk to people. Convince yourself that you can do it, and that is very important. See, we have to trust our journey, because നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആരും വന്ന് അങ്ങനെ ട്രസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ ട്രസ്റ്റ് യുവർ ജേർണി. വാട്ട് എവർ യു ആർ ഡൂയിങ്, ബിലീവ് ദാറ്റ് യു വിൽ ഗെറ്റ് ദെയർ. How many years of current affairs I had already told? 1 year before. Like നിങ്ങൾ ഏത് ഇയർ ആണോ അപ്പിയർ ചെയ്യുന്നത് അതിന് 1 year before ഉള്ള current affairs you have to study. And which portion of prelim syllabus could be omitted on account of shortage of time? ഞാൻ അങ്ങനെ പെർട്ടിക്കുലർലി ഒരു പോർഷൻ ഒമിറ്റ് ചെയ്ത് അല്ലെങ്കിൽ പഠിക്കാതെ പോയില്ല. ഇൻ ദ സെൻസ് ദാറ്റ് നമ്മളിപ്പം ഏതെങ്കിലും ഒരു സബ്ജക്ട് കംപ്ലീറ്റ്ലി വിടുകയാണെങ്കിൽ
അതിൽ നിന്ന് ഒരു 4 ക്വസ്റ്റ്യൻ വരികയാണ്. ആൻഡ് ദാറ്റ് ഇസ് ഫെയർലി സിമ്പിൾ ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ് ദാറ്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ആസ്പിറന്റ് ആൻസർ ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ ആ സബ്ജക്ട് ടച്ച് ചെയ്തിട്ടേ ഇല്ല. സോ വി ഡോണ്ട് നോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഐ വിൽ നോട്ട് ടെൽ ദാറ്റ് യു ഷുഡ്. നമ്മൾ അങ്ങനെ ഒരു ചോയ്സിൽ പോകണമെന്ന് ഞാൻ പറയില്ല. ബിക്കോസ് വി കാൺ പ്രെഡിക്ട് ദ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്ക് ഇത് വരുമോ ഇല്ലയോ, ഹൗ ഡിഫിക്കൾട്ട് ദി പേപ്പർ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ആൻഡ് ബൈ ചാൻസ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ്, 4 questions from that topic came which a good aspirant, a good enough person could answer. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ that is like some 8 more than 8 marks ഒറ്റയടിക്ക് പോവുകയല്ല. And the chances of you clearing prelims is also becoming very low. So എല്ലാ സബ്ജക്ട്സും ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സബ്ജക്ട് ആണ്. ബേസിക്കലി ആർട്ട് ആൻഡ് കൾച്ചർ എല്ലാവരും ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷെ അതിന്റെ ബേസിക്സ് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓരോ എംപയറിന്റെ സമയത്ത്, ഏൻഷ്യന്റ് ആണെങ്കിലും മെഡീവൽ ആണെങ്കിലും, ഓരോ പെർട്ടിക്കുലർ ഡിനാസ്റ്റിയുടെ സമയത്ത് വാട്ട് വാസ് ദി കൈൻഡ് ഓഫ് ആർക്കിടെക്ചർ, വേർ ദർ ഇൻട്രസ്റ്റഡ് ഇൻ പെയിന്റിങ്സ്, എന്തെങ്കിലും ഡാൻസ് ഫോംസ് ആ ഒരു ടൈമിൽ ഇവോൾവ് ആയോ, ഇങ്ങനെ കുറച്ച് ബേസിക് സംഭവങ്ങൾ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചു വെക്കുക. ഇഫ് യു വാണ്ട് ടു ലൈക്ക് ഒമിറ്റ് എ സബ്ജക്ട്, കംപ്ലീറ്റ്ലി ഒമിറ്റ് ചെയ്യാതിരിക്കുക, അറ്റ്ലീസ്റ്റ് ബേസിക്സ് എങ്കിലും പഠിച്ചു വെക്കുക. How did I want to be an IPS officer? See, how did Marivanias College help in my journey? I had seen that question. See, all of you would be proud of your colleges. You had spent 3 or more than 3 years of your life there. You had a lot of friends. You had a lot of teachers there to motivate me. So, all facets in all these areas, my teachers, my friends there had helped me. And whatever I studied there, economics ആണ് 3 വർഷം പഠിച്ചത്, and that had also helped me. Whatever I like ഇന്റർവ്യൂ ഫീസിലാണെങ്കിലും കുറച്ച് ഹെൽപ്പ് ചെയ്തു. Then GS ആണെങ്കിലും economics is one area where I didn't have to work a lot. So college had helped me. I want to be an IPS officer, but I have difficulty in speaking. Will that be negative part? See, like I told earlier, നമ്മൾ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് ഉത്തരം പറയണമെന്നൊന്നും അവർ എക്സ്പെക്ട് ചെയ്യില്ല. പക്ഷെ വാട്ട് എവർ വി വോണ്ട് ടു സേ, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കൺവേ ചെയ്യാൻ സാധിക്കണം. What is language for? Language is a communication medium. Whatever you want to say, the other person should understand. അത്രയും കൺവേ ചെയ്യാൻ നമുക്ക് പറ്റണം. ആൻഡ് യു ഹാവ് ടു കീപ്പ് ഓൺ ടോക്കിംഗ്. നമ്മൾ ഒരു 2 വേർഡ് പറഞ്ഞിട്ട് പിന്നെ ലൈക്ക് ഐ ടോൾഡ്, എൻ്റെ ഒരു പിയർ സിറ്റുവേഷൻ പോലെ 2 വേർഡ് പറഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലെങ്കിൽ then that is an issue that you have to rectify. അല്ലാതെ ഹൈലി ഫ്ലുവൻ്റ് ആയിട്ട് പോയാലേ യു വിൽ ക്ലിയർ ദിസ് എക്സാം അങ്ങനെയൊന്നുമില്ല. യുവർ ഐഡിയാസ്, യുവർ പേഴ്സണാലിറ്റി ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാവ് എൻ അപ്പർ ഹാൻഡ് ദെയർ rather than your fluency in English. പക്ഷേ കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. ആൻഡ് ദിസ് ഇസ് നോട്ട് അഗെയിൻ റോക്കറ്റ് സയൻസ് അല്ല. If you really want to improve your communication skill, that is possible. Daily, ഞാൻ പറഞ്ഞതുപോലെ what I did for my interview preparation. If you have so much difficulty in speaking, for 5 minutes, go in front of a mirror and start speaking. Or speak to your friends or family for 5 minutes every day in English. അപ്പോൾ automatically that growth will happen. Maybe we'll not realize. പക്ഷെ നമ്മൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കും. Did you have a habit of preparing notes from newspaper? See, that I had already answered. How much time I used to spend for newspaper was 2 hours every day, mostly 2 hours. Pursuing MA Economics, so is it good to take economics as the optional paper? If you like the subject, if you really like the subject and like to go forward with it, then taking economics is not an issue. I had only BA and I was not, because guidance ഇല്ലാത്തത് കൊണ്ട് I would have to write the entire notes ഒക്കെ ഞാൻ തനിയെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ള റീസൺ കൊണ്ടിട്ട് I was not confident about taking it. But if you are confident enough, there is no issue. Real interview areas asked, I had answered. How was LBSNA? That also I gave an overview. It was a good experience. Like I told, I had never stayed away from my home. So that was a phase where
See, basically, I am a kind of introvert person who doesn't mingle with people that easily. So, അവിടെ പോയിട്ട് എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ within 6 months I made quite some friends, which is achievement for me. Basically, ഞാൻ എവിടെ പോയാലും ഒരു 1 year I would have very few friends. Very few friends in the sense that ഒന്നോ രണ്ടോ പേരെ ഞാൻ maximum. That is not like എന്താണ് arrogance അല്ല, പക്ഷേ for me it takes some time to get comfortable with people. But LBS പോയപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ പെട്ടെന്ന് തന്നെ I could talk to പെട്ടെന്ന് in the sense generally വെച്ച് നോക്കുമ്പോൾ I could talk to people much more easily there. Then that place is beautiful. And overall it was a good experience. How to make notes from newspaper? See, this is again, there are two kind of people. One, see, there are people who write minute things in newspaper and the note ചെയ്യുന്നുണ്ട്. That is also good if you are comfortable with it. അതായത് ഇപ്പം എനിക്ക് പത്രത്തിൽ നിന്ന് ഞാൻ ആദ്യത്തെ ഒരു മാസം ഡീറ്റെയിൽ ആയിട്ട് ന്യൂസ് പേപ്പർ നോട്ട്സ് എഴുതി, പക്ഷെ പിന്നെ എനിക്ക് അത് കംഫർട്ടബിൾ അല്ലായിരുന്നു. ഇറ്റ് വാസ് ടേക്കിംഗ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് മറ്റ് കറണ്ട് അഫയേഴ്സും വായിക്കുമ്പോൾ എനിക്കത് കംഫർട്ടബിൾ അല്ലായിരുന്നു. ദാറ്റ് ഇസ് വൈ ദെൻ ഐ ഡ്രോപ്പ് ദാറ്റ് ഐഡിയ ആൻഡ് മെയിൻ സ്പെസിഫിക് നോട്ട്സും മാത്രം പ്രിപ്പയർ ചെയ്തത്. പക്ഷെ ഇഫ് ദാറ്റ് ഇസ് വർക്കിംഗ് ഫോർ യു, ദെൻ പത്രത്തിൽ നിന്ന് ന്യൂസ് പേപ്പർ ഡീറ്റെയിൽ നോട്ട്സ് എഴുതുന്നതിൽ കുഴപ്പമില്ല. Importance of reading a newspaper, it's very, very, very important because you get to know what is happening in and around your country, which makes you a socially aware person. Second is you will get questions from newspaper. So from examination point of view, as well as from a general point of view, newspapers are important. I am a 12th standard student. How should I start preparing for UPSC now? Again, something that I told earlier, or a foundation build area. There are some skills that you require in this examination, like on the reading on comprehending ability, your writing skills, your communication skills. So you can work on these skills. Patram vaichu kodanga. See, again, നമ്മൾ പത്രം വായിക്കുമ്പോൾ ആ ഒരു ചേഞ്ച് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ യു, യു വിൽ നോട്ട് റിയലൈസ്. നമ്മൾ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും. യു വിൽ സീ ത്രൂ തിങ്സ്. കുറച്ച് പോയിന്റ്സ് വരും. ബേസിക്കലി നമ്മൾ എഴുതാൻ പഠിക്കും. ഇഫ് ദർ ആർ സം essay competitions in your school or you get an opportunity to write something, ഇങ്ങനെയുള്ള occasions ഒക്കെ എടുത്തിട്ട് എഴുതുക. These are things that will help you because this examination needs some skills. And if you are a person who have issues in speaking, നമുക്ക് ആ ഒരു communication skills rectify ചെയ്യാം. You can be an participant in different competitions. ഇങ്ങനെയൊക്കെ കുറച്ച് extra curricular things ചെയ്യാം. അല്ലാതെ on academic perspective, you can see if you are in CBSE school, I think already you are studying NCERTs. So ആ ബുക്സ് ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കാം. First year applied economics UG student, same thing that I answered നേരത്തെ പറഞ്ഞ same thing applies to you as well. Newspapers, you can start with your NCERTs also and develop those skills. See, you will write this examination after 3 years for sure. അപ്പം ആ ഒരു 3 years ആൻഡ് യു നോ ദാറ്റ് നമ്മൾ ഈ ഒരു ജോണിയിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. റൈറ്റിംഗ് എഗെയിൻ നമ്മളിപ്പം ആൻസേഴ്സ് എഴുതുമല്ലോ. ഐ വാസ് എ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻറ് ത്രൂ ഔട്ട്. സോ ഞാൻ ഈ ഡെറിവേഷൻ കൈൻഡ് ഓഫ് ആൻസേഴ്സ് എഴുതിയിട്ടേ ഇല്ല. ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ, ആ ഒരു റൈറ്റിംഗ് പാറ്റേൺ ഐ ഓൾറെഡി നോ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൻസേഴ്സ് എഴുതി കോളേജിൽ നമ്മൾ ആൻസർ എഴുതുന്നത് എങ്ങനെയാണ്. സോ യു ഹാഡ് ദാറ്റ് writing skill and that had helped me. So അങ്ങനെ ഒരു writing skill നമുക്ക് ഡെവലപ്പ് ചെയ്യാം. You can start your communications, working on your communication skills also. So ഇതൊക്കെയാണ് basically ചെയ്യാൻ പറ്റുക and you can build a foundation which will help you when you will start your serious preparation. Your opinion about working aspirants. See, working aspirants, I know people who work and study simultaneously. See, I didn't have to do that. എനിക്കത് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. പക്ഷെ ഇഫ് യു ആർ വർക്കിംഗ്, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. എഗെയിൻ ഐ ടോൾഡ് യു, പ്ലാനിങ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദിസ് ജേർണി. അറ്റ്ലീസ്റ്റ് ഫോർ മീ or from what I understood, plan is really important. So you will have working hours. ആ വർക്കിംഗ് hours കഴിഞ്ഞിട്ട് ബാക്കി സമയം എങ്ങനെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് വർക്ക് അക്കോർഡിംഗ് ടു ദാറ്റ്.
how to organize the notes. Basically, ഞാൻ മെയിൻസിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ചെയ്യുന്നത് സിലബസിന്റെ ഒരു ഹെഡിങ് മീൻസ് ഒരു ടോപ്പിക് അതിന്റെ സബ് ടോപ്പിക്സിന്റെ ബേസിസിൽ പോയിന്റ്സ് എഴുതി പോവുക ചെയ്യുന്നത്. സോ ഫോർ GS1 I had a set of papers, GS2, GS3. This is how I organized them. പ്രിലിംസ് സ്പെസിഫിക് ആയിട്ട് ഒരുപാട് നോട്ട്സ് എഴുതിയിട്ടില്ല. വാട്ട് ഐ യൂസ് ടു ഡു വാസ് പ്രിലിംസ് ടെക്സ്റ്റ് ബുക്സിന്റെ സൈഡിൽ തന്നെ ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഇസ് ഹൗ ഐ യൂസ് ടു പ്രിപ്പയർ നോട്ട്സ്. How to read NCERTs, how to study Lakshmikant. So, first I'll explain NCERTs. So NCERTs, first I gave a general reading. General reading le overall our chapters or particular first chapter. Okay, say first chapter. First chapter I have a general understanding. Second reading le ഞാൻ important points എന്താണ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ആ സൈഡ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ I would note it down somewhere near. And third reading, fourth reading, I would revise those points. ഇങ്ങനെയാണ് I used to study NCERTs. ലക്ഷ്മികാന്തം സെയിം ആണ്. First reading, I would understand things, say for fundamental rights. First reading മനസ്സിലാക്കും. Second reading see ലക്ഷ്മികാന്ത് പഠിച്ചതിൽ കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് 2-3 റീഡിങ്സ് വായിക്കും, എന്നിട്ട് ഞാൻ സൈഡിൽ പോയിന്റ്സ് എഴുതിയിടുന്നത് എന്താണോ മറന്നു പോകുന്ന കാര്യം അതാണ് എഴുതിയിടുന്നത്. ബിക്കോസ് ലക്ഷ്മികാന്തിന്റെ നോട്ട് ഉണ്ടാക്കുക is not that good idea. Like വീണ്ടും നമ്മൾ ഒരു ഓൾറെഡി കണ്ടൻസ്ഡ് സംഭവത്തിന് വീണ്ടും നോട്ട് ഉണ്ടാക്കുന്ന പോലെ ആയിപ്പോവും. സോ വാട്ട് ഐ യൂസ് ടു ഡു വാസ് എപ്പോഴും മറന്നു പോകുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. മേ ബി ഈ ആർട്ടിക്കിൾ എപ്പോഴും മറക്കും, ഇതിപ്പം സിറ്റിസൺസിന് വേണ്ടി മാത്രമാണോ ഓർ ഫോർ എവറിബഡി ആണോ, വിൽ ഹാവ് കൺഫ്യൂഷൻസ് ലൈക്ക് ദിസ്. സോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും തെറ്റിപ്പോ ഉണ്ടെങ്കിൽ അതാണ് ഞാൻ ലക്ഷ്മികാന്തിൽ എഴുതി വെക്കാറ്. What is a difficult question in interview? I guess in the interview ആണെന്ന് തോന്നുന്നു. ഡിഫിക്കൽട്ട് ആയിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു, പക്ഷെ there were questions that I couldn't answer, which I told earlier about competition commission, then impact of raising average revenue per unit in telecom sector. So ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് പറയാൻ പറ്റിയില്ല, പക്ഷെ ഇറ്റ് വാസ് ആസ് സച്ച് ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. ബട്ട് എനിക്ക് അറിയാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായി. Did you have a backup plan in mind? So the plan was I would give 3 attempts. If I was not able to clear even in the third attempt, then I was PG pursue ചെയ്യുന്നതാണ് question. I was already doing my PG. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് so I graduated in 2018. ഞാൻ ആ ഇയർ തന്നെ MA സോഷ്യോളജി ഇഗ്നോയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായി. So I was doing distant ആയിട്ട് MA ചെയ്യുന്നുണ്ടായി. So my plan was after 3 attempts, if I'm not going to clear, maybe some other test എഴുതുക, അല്ലെങ്കിൽ MA കഴിഞ്ഞിട്ട് I would pursue further academics-ലോട്ട് പോകാനായിരുന്നു. That was my plan. Does the syllabus change every year? No, syllabus doesn't change every year. I guess this is the syllabus past 6-7 years ആയിട്ട് ഈ സിലബസ് തന്നെയാണ്. പക്ഷെ occasionally they'll revise it, but that is after some 8-9 years I think. It doesn't change every year. Which is the best time for preparation after PG or degree? See, that would vary. Personally for me, ഞാൻ regular PG പോവാത്ത reason is I knew തിരിച്ച് prepare ചെയ്യാൻ വരും. I wanted to start it young. I didn't want to like 2 year കൂടി പോയിട്ട് പിന്നെ തിരിച്ചു വരിക. I didn't wanted to do that. And if civil services is your dream and നമ്മൾ എന്തായാലും തിരിച്ചിങ്ങോട്ട് തന്നെ വരും എന്നറിയാമെങ്കിൽ I think you can come right after UG. There is nothing stopping you at all. What about your optionals? Can you please explain? I had explained, no? So sociology was my optional. How Jeevan sir, I took coaching under Jeevan sir. He used to come here and teach in Fortune. So sir in the class, if it is about the resources, sir in the class notes, previous question paper analysis, and Nitin Sangwan പറഞ്ഞ ഒരു സാറിന്റെ ഒരു essential sociology book ഉണ്ട്. So these are the only resources I had read. So
first I studied like കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് സാർ തന്നെ ഇവിടെ ടെസ്റ്റ് നടത്തുമായിരുന്നു. ഒരു 2 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ജീവൻ സാർ യൂസ് ടു കണ്ടക്ട് ടെസ്റ്റ് ഹിയർ. ഐ യൂസ് ടു റൈറ്റ് ദ ടെസ്റ്റ്, ആൻസർ ഫീഡ്ബാക്ക് കിട്ടും, അതിന്റെ ബേസിസിൽ വീണ്ടും പഠിക്കുക, ആൻസേഴ്സ് എഴുതുക. സോ ദിസ് ഇസ് ദ സൈക്കിൾ. ഐ യൂസ് ടു സ്റ്റഡി, ഐ യൂസ് ടു ടേക്ക് ടെസ്റ്റ്, ഐ യൂസ് ടു അഗെയിൻ സ്റ്റഡി. അങ്ങനെയാണ് ഓപ്ഷനിൽ പഠിച്ചത്. ആൻഡ് വൺ തിങ് ഐ യൂസ് ടു ഡു വാസ് ഡെയിലി സാർ പഠിപ്പിക്കും. സാറിന്റെ ക്ലാസ്സിൽ നിന്ന് 2 hour ക്ലാസ് ആണ്. സോ ഇറ്റ് വുഡ് ബി ലൈക്ക് ഒരു 6 pages സാറിന്റെ നോട്ട്സ് തന്നെയാണ് സാർ പഠിപ്പിക്കുന്നത്. സോ ദാറ്റ് വുഡ് ബി ലൈക്ക് സം 6 pages ആയിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ദിവസത്തിന്റെ ക്ലാസ്സിന് മുന്നേ ഐ യൂസ് ടു സ്റ്റഡി ദാറ്റ് 6 page. അറ്റ്ലീസ്റ്റ് ഒരു 1 time റീഡിങ് കഴിഞ്ഞിട്ടേ അടുത്ത ക്ലാസ്സിന് പോകാറുണ്ടായിരുന്നുള്ളൂ. So that much I used to do every day. Whatever was taught in sociology that day, I used to study it that day itself. And then ഒരു particular chapter, ഒന്നോ രണ്ടോ ചാപ്റ്റർ കഴിയുമ്പോൾ he used to conduct test. I used to write the test. He would give back the paper after correct. Then അതിന്റെ ബേസിസിൽ നെക്സ്റ്റ് ടെസ്റ്റ് എഴുതുമ്പോൾ ചേഞ്ചസ് ഒക്കെ വരുത്തി ആൻസേഴ്സ് എഴുതും. How to prepare along with college without pressure? I think that was like after 12th college, PG, എല്ലാം ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. I think this question came before that. See, to clear UPSC civil service exam, should we prepare from school days? There are people who used to start young and clear. There are cases of people who used to start right after graduation. So basically, I had a foundation. I'll not deny it. പത്രം വായിക്കുമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ന്യൂസ് ഒക്കെ കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരു ഫൗണ്ടേഷൻ I had, and I had studied social science also throughout. So that had helped me. But not necessarily that only people who study from school will clear. അങ്ങനെ ഒരു ഡിക്റ്റോ ഒന്നുമില്ല. പക്ഷേ if you know that you want this, അങ്ങനെയാണെങ്കിൽ സ്കൂൾ തൊട്ടേ ആ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ലൈക്ക് സ്കൂൾ തൊട്ട് പ്രിപ്പയർ ചെയ്യുക ഡസന്റ് മീൻ ദാറ്റ് നമ്മൾ 10th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലക്ഷ്മികാന്ത് വാങ്ങിച്ച് പഠിക്കുകയല്ല. ഇറ്റ് ഈസ് ദ സ്കിൽസ്. ഇറ്റ് ഈസ് ദ സ്കിൽസ് ഓഫ് കോംപ്രിഹെൻഡിങ് തിങ്സ്, അണ്ടർസ്റ്റാൻഡിങ് തിങ്സ്. ഒരു ഇഷ്യൂ ആണെങ്കിൽ ഓക്കെ, പത്രം വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ കേൾക്കണമെങ്കിൽ ഓ സോ ദിസ് സംതിങ് ലൈക്ക് ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് ഓർ ഇൻ അവർ കൺട്രി. Why is it happening? അങ്ങനെ ഒരു അനാലിസിസ് ഇല്ലേ? ദാറ്റ് ഇസ് വാട്ട് ഇസ് യുവർ should be your preparation in school days. It's not studying facts or പ്യുവർ ആയിട്ട് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് വാങ്ങിച്ച് പഠിക്കുക അല്ല. പക്ഷെ ഇഷ്യൂസിനെ പറ്റി മനസ്സിലാക്കുക, അതിന്റെ ഒരു അനാലിസിസ്, അങ്ങനെയുള്ള കുറച്ച് പ്രിപ്പറേഷൻ ആണ് വാട്ട് ഐ വുഡ് റെക്കമെൻഡ് ഫോർ സ്കൂൾ കിഡ്സ്. അല്ലാതെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ബിഗ് ബുക്സ് വാങ്ങി പഠിക്കുക അല്ല ഉദ്ദേശം. Strategy to crack CSAT exam. Okay. So CSAT, comfortable അല്ലെങ്കിൽ you have to study. So I had prepared for CSAT. Quantitative, reasoning and English. ഈ 3 areas-ലാണ് question വരാറുള്ളത്. So what I did was quantitative എന്ന് there are some areas like time, speed, distance, time and work, simple interest, compound interest, average. ഇങ്ങനെ കുറച്ച് areas ഉണ്ട് from where questions are asked. So ഈ areas-നെ എനിക്ക് ഫോർമുലാസ് ഒന്നും അറിയില്ലായിരുന്നു. സോ എല്ലാം മറന്നു സ്കൂളിൽ പഠിച്ചത്. സോ ഐ സ്റ്റഡീഡ് ഓൾ ദ ഫോർമുലാസ് ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഫോർമുല പഠിച്ചാൽ മാത്രം പോരാ, ബിക്കോസ് ഫോർമുല പഠിക്കുമ്പോൾ ഫോർമുല മാത്രമേ അറിയുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതെങ്ങനെ ചെയ്യും എന്ന് അറിയില്ല. സോ ഫോർമുല പഠിക്കുക, ക്വസ്റ്റ്യൻസ് എഴുതുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, സോൾവ് ദ ക്വസ്റ്റ്യൻസ്. ദിസ് വാസ് മൈ സ്ട്രാറ്റജി ഫോർ മാത്സ്. ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്. Then reasoning again same ആണ്. I practiced questions. റീസണിങ്ങിന് ബേസിക്കലി സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, ബ്ലഡ് റിലേഷൻസ്, ഡയറക്ഷൻസ്, ഇങ്ങനെ കുറച്ച് ഏരിയാസ് വരും. സോ അതിനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഇംഗ്ലീഷ് റീഡിംഗ് കോംപ്രിഹെൻഷൻ വരും. സോ ആൻഡ് കോംപ്രിഹെൻഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് ഇൻ ദ സെൻസ് ദാറ്റ് ആൻസേഴ്സ് ഭയങ്കര സിമിലർ ആയിട്ട് തോന്നും. സോ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഈ 3 ഏരിയാസും സോൾവ് ചെയ്യുക. CSAT നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത് only by solving questions ആണ്. നമ്മുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യുക ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് എക്സാക്ട് ആൻസേഴ്സ് ഒക്കെ കിട്ടാന്ന് എൻഷുർ ചെയ്യുക. സോ only by practice will you will improve your CSAT. Is IFS a better option? That is a personal choice. If IFS is that is your career option that you would prefer, then you can choose that. അതൊക്കെ പേഴ്സണൽ ചോയ്സസ് ആണ്.
do you think studying economics in college had given you an edge in prelims test? I'm in 12th right now and I'm confused as to I should be studying science which I like, or see, again, this is a personal call. Like, if you like science എടുക്കുക, അതിൽ തെറ്റൊന്നുമില്ല. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ പക്ഷേ സൈമൾട്ടേനിയസ്ലി യു ക്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യാം. യു ക്യാൻ ബിൽഡ് ദാറ്റ് ഫൗണ്ടേഷൻ ഡ്യൂറിങ് യുവർ ഗ്രാജുവേഷൻ ഡേയ്സ്. ആൻഡ് യു ഓൾറെഡി ടോൾഡ് ദാറ്റ് യു ലൈക്ക് സയൻസ്, സോ ടേക്ക് അപ്പ് സയൻസ്. Simultaneously, you have this wish to come back to UPSC, so write this examination. So അതിനു വേണ്ടി ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക, ദാറ്റ് ഈസ് റിക്വയർഡ്. ഒരു പെർട്ടിക്കുലർ ഇക്കണോമിക്സ്, ഹിസ്റ്ററി സബ്ജക്ട്സ് എടുക്കണം എന്നൊന്നും ഐ വിൽ നോട്ട് കമ്പൽ. See, there are a lot of, I'm seeing a lot of question about like science student ആണ് ഡിഗ്രിക്ക് ഏത് സബ്ജക്ട് എടുക്കണം. That is a personal call. നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് എടുത്ത് പഠിക്കാം. ഇറ്റ് ഡസന്റ് മാറ്റർ. ദി ഓൺലി തിങ് ഇസ്, നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഡേയ്സിൽ സമയമുണ്ട് ആൻഡ് യു നോ ദാറ്റ് യു വോണ്ട് ടു റൈറ്റ് UPSC എക്സാം, ദെൻ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക. സ്റ്റാർട്ട് റീഡിങ് ന്യൂസ് പേപ്പർ, ബി അവെയർ ഓഫ് തിങ്സ്, ഡെവലപ്പ് സ്കിൽസ് ദാറ്റ് റിക്വയർ. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് എടുക്കുക, അതർവൈസ് കണ്ടിന്യൂ വിത്ത് സയൻസ്. And when you start your serious preparation after your graduation days, then make a timetable. Or seriously how you are going to prepare, adinte basis le prepare ayya. Best ways to get concentration for us. See, again, namukku focus cheyan pattuna time limit is like 15-20 minutes namukku at a stretch vaikkan pattullu. After that 15-20 minutes, basically what I used to do was, I'm reading room irunnu padikkumbo, I used to sit in the window side. So oru 20 minutes കഴിഞ്ഞിട്ട് saturated ആയി എനിക്ക് മനസ്സിലാകുമ്പോൾ I used to look out of window. ഒരു 5 minutes, generally this is what I used to do. I used to stare outside from that window for some 5 minutes or something and then get back to studies. Then like ഒരുപാട് ബോർ ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഫോൺ എടുത്ത് കുറച്ച് സ്ക്രോൾ ചെയ്യും, get back to studies. But way to get focus is like your conviction, and see, you know that this is a competitive examination where people are going to work really hard. You want to clear this examination, appo you have to study. Ee oru thought mind il kittanengil you will be able to focus, and that's what I have felt. When you are convinced enough that you want to be here, namukku oru focus maintain cheyan pattum, and after 15 minutes കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുക and get back to study. പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 15 minutes or 20 minutes ആയിട്ട് ഒരു സോങ് കേൾക്കാം, then get back to studies. Which newspaper we should read, Malayalam or English? Read one English newspaper, preferably the Hindu. See, how can the degree of economics will help in CSE preparation? നമുക്ക് എക്കണോമിക്സ് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും for prelims and mains. And if you are good at economics, interview that can be an edge also. Economics questions varayanengil you can answer it comfortably. And if you are going to take it as an optional, then optional also preparation athram korchu cheyda madi. These are the advantages that I can think of. Can we start with standard books instead of going through the entire NCERT books? I would prefer to start with NCERT books because NCERT is like one, നമുക്ക് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഒരു ബേസിക് ഐഡിയ കിട്ടും. യു ടേക്ക് എ NCERT ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് ഇൻ വെരി സിമ്പിൾ ലാംഗ്വേജ്, യു വിൽ ഗെറ്റ് ഐഡിയ ഓഫ് ഏൻഷ്യൻ ഹിസ്റ്ററി, മെഡീവൽ ആൻഡ് മോഡേൺ ഹിസ്റ്ററി. അതിനുശേഷം above that, see, you have a basic understanding. Above that, extra information, extra facts or extra things add in കുറച്ചുകൂടി ഈസിയാണ്. To build your knowledge on that basis, pretty easy. And NCERTs questions വരാറുണ്ട്. UPSC asks questions from NCERTs also. So I would prefer starting with NCERTs. See, would you understand all you learn and then study? Yes, മനസ്സിലാക്കാതെ പഠിക്കാൻ പറ്റില്ലല്ലോ. That is like randomly you are reading and memorizing things. അങ്ങനെ മെമ്മറൈസ് ചെയ്തിട്ട് ഒരു പോയിന്റും ഇല്ല. ബിക്കോസ് ഐ ഹാവ് ഫെൽറ്റ് ദാറ്റ് ഈവൻ ഫോർ പ്രിലിംസ് കുറച്ച് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചാലും അത് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ദിസ് ഇസ് ദ തിങ്, ദിസ് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട്. യു ബൈ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കി തന്നെ പഠിക്കാം. How you memorize historic events including years. So
ഒരു ക്രോണോളജി നമ്മളൊരു സ്റ്റോറി പോലെ പഠിച്ചാൽ മതി. ഫസ്റ്റ് 1800 ദിസ് ഹാപ്പൻഡ് 1800s, then after this happened. എക്സാക്ട് ഒരുപാട് ഇയർ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് ഇപ്പം ഒരു മെഡീവൽ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ there will be a lot of battles. എല്ലാ ബാറ്റിലിന്റെ ഇയർ ഒന്നും പഠിക്കേണ്ട. there will be some really historic events കാണും, അതിന്റെയൊക്കെ ഇയേഴ്സ് മാത്രം പഠിക്കുക. പക്ഷേ നോ ദാറ്റ് ക്രോണോളജി. ഓക്കെ, ദിസ് ഹാപ്പൻഡ് ദെൻ ദിസ് ഹാപ്പൻഡ്, ആ ഒരു ക്രോണോളജി അറിഞ്ഞിരിക്കുക. പക്ഷെ എവറി ഇയർ യു ഡോണ്ട് ഹാവ് ടു സ്റ്റഡി, യു ഹാവ് ടു സ്റ്റഡി ദ ഇമ്പോർട്ടന്റ് ഇയേഴ്സ്. According to you, which part of civil service was more tough? That would vary. ഒരു ടഫ്നെസ് ലെവൽ എല്ലാ സ്റ്റേജിലും ഉണ്ട്. യു ടേക്ക് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, എല്ലാ സ്റ്റേജസിലും ഉണ്ട്. സോ ഇഫ് യു ആസ്ക് മീ, ഇപ്പം ഈ ഇയർ ക്ലിയർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അടുത്ത പ്രിലിംസ് എഴുതാൻ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നേനെ. അടുത്ത മെയിൻസ് ഇന്റർവ്യൂ എല്ലാം would have been that scared. So every journey has its own toughness level ഉണ്ട്. Like every stage of this examination has its own tough level. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചധികം സ്ട്രഗിൾ ചെയ്തത് എൻ്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷനിലായിരുന്നു. പക്ഷെ that doesn't mean that interview is very tough. That's not the message I want to convey. ഞാൻ കുറച്ചധികം എഫേർട്ട് എടുക്കേണ്ടി വന്നത് ഇന്റർവ്യൂ ആയിരുന്നു. That's what I meant. Would you read the whole editorial? I would read the whole editorial. Do you concentrate in certain areas in newspaper while reading it? Yes. See, again, newspaper ഒരുപാട് ന്യൂസ് ഉണ്ട്, എല്ലാം വായിക്കേണ്ട ആവശ്യമില്ല. I'm not much of a sports enthusiast, so ഞാൻ ജനറലി സ്പോർട്സ് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാറുണ്ട്. ദെൻ റീജിയണൽ ന്യൂസ് വളരെ റെലവെന്റ് അല്ലാത്ത, അതായത് സദർ ലീഡർ അങ്ങനെയുള്ള ഹൈലി പൊളിറ്റിക്കൽ ന്യൂസസ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. What you have to read in newspaper, you have to know what you don't have to read. Now you have to know what you have to read. So I already told that there is a detailed syllabus. So ഒരു സിലബസ് ഉണ്ട്, ആ ഒരു സിലബസ് ലിങ്ക് ചെയ്ത് പത്രം വായിക്കുക. you are reading a particular article, say this much percentage of women in India is anemic. Then there is a social justice part in it, then women's health, paper 1 is also society women's issues ഉണ്ട്. So you can use these points there. So you need to know what you have to read in the newspaper. അതിനു വേണ്ടി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സിലബസ് ആണ്. So go through the syllabus, or maybe നമ്മൾ ആദ്യം കുറേ നാൾ പത്രം വായിക്കുമ്പോൾ you can have the syllabus by the side also. I have done that also. Like ഒരു syllabus, copy of a syllabus I had on my table from day 1 of my preparation. ഒരു syllabus copy കാണും. And that facility, that makes your preparation bit easier. നമുക്കറിയാം എന്ത് പഠിക്കണം. പത്രം വായിക്കുമ്പോഴും ഇപ്പം എന്താ വായിക്കേണ്ടത്, ഒരു പെർട്ടിക്കുലർ ഹെഡ്ലൈൻ കാണുകയാണ്, യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഇത് നമ്മുടെ സിലബസിന്റെ ഏതെങ്കിലും ഏരിയ ആയിട്ട് ലിങ്ക് ഉള്ളതാണോ എന്നാൽ യു ഹാവ് ടു റീഡ് ഇറ്റ് വിത്ത് മച്ച് മോർ കോൺസെൻട്രേഷൻ ദാൻ റീഡിങ് എ റാൻഡം ആർട്ടിക്കിൾ. ആൻഡ് ലൈക്ക് ഐ ടോൾഡ്, പൊളിറ്റിക്കൽ ന്യൂസസ് ഒന്നും വായിക്കേണ്ട. ദെൻ സം ഗവൺമെന്റ് സ്കീം ഇസ് കമ്മിങ്, ഗവൺമെന്റ് റിപ്പോർട്ട്സ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ കുറച്ചധികം സ്ട്രെസ് കൊടുത്ത് വായിക്കുക, നോട്ട് ഡൗൺ ചെയ്യുക. ദിസ് ഇസ് ഹൗ യു ഹാവ് ടു റീഡ് ന്യൂസ് പേപ്പർ. What are the subject needed for civil service exam? So there is a syllabus that you have to look at. പെട്ടെന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ prelims you have to study history, which includes ancient, medieval, modern, polity, economics, geography, Indian and world. Then geography is science and technology, environment and ecology, current affairs. Basically നമ്മൾ ഇതാണ് പ്രിലിംസിന് പഠിക്കുക. മെയിൻസിന് നാല് GS പേപ്പർ, ജനറൽ സ്റ്റഡീസ് പേപ്പർ ഉണ്ട്, ആൻഡ് there are 2 ഓപ്ഷണൽ പേപ്പേഴ്സ് ആൻഡ് 1 essay പേപ്പർ. ഈ GS പേപ്പേഴ്സിലെല്ലാം തന്നെ they have subdivided the syllabus into so many topics. അത് ഞാൻ പറയുകയാണെങ്കിൽ this entire session would go on for that, like ആ ഒരു സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കും. Economics is a static part from Ramesh Singh book, more important or it's more current? See, economics നമ്മൾ കൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം. ബേസിക് കൺസെപ്റ്റ്സ്, ഇപ്പം ഇൻഫ്ലേഷൻ ആണെങ്കിൽ മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, പബ്ലിക് ഫിനാൻസ്, ഇതിന്റെയൊക്കെ കൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം. പക്ഷെ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഇസ് കറണ്ട് അഫെയർ. സ്റ്റാറ്റിക്കും കറണ്ട് അഫെയർ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം, ബിക്കോസ് കൺസെപ്റ്റ് അറിയാതെ നമുക്ക് കറണ്ട് അഫെയർ മനസ്സിലാവില്ല. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. അൺലെസ് യു നോ വാട്ട് ഇൻഫ്ലേഷൻ ഇസ്, you will not be able to relate with an RBI measure taken to tackle inflation. So you have to learn concepts first, because only then you will understand current affairs. The second thing is conceptual questions. Adayithu concepts ennu thanne questions varum. Maybe
application kind of questions will come. Adana nammal again concept ariyada solve cheyan pattilla. So the static part is equally important aanu. See, that is true for all subject. നമ്മൾ കറണ്ട് അഫെയർ മാത്രം പഠിച്ചാൽ പോരാ, കറണ്ട് അഫെയറിന്റെ ഈക്വൽ ഇമ്പോർട്ടൻസ് സ്റ്റാറ്റിക്കിനുണ്ട്. സ്റ്റാറ്റിക് ആൻഡ് കറണ്ട് അഫെയർ രണ്ടും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. Best books for preparation. So, Polity Lakshmikant, Ancient History and Medieval History, Old NCERT's textbooks of 11th standard, Modern History, Spectrum Publications in a book under, that is it. Economics, I didn't buy any particular book. I read Fortune Notes Matrana. Geography, NCERTs, GC Leomita some chapters and the notes I had from Fortune. Then Science and Technology, I relied on current affairs and consider. Other than the concept, like I didn't buy any general science textbook. Instead, what I did was current affair പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് വരാണെങ്കിൽ I used to Google it and then study. അങ്ങനെയാണ് സയൻസ് ആൻഡ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. Art and Culture, Nitin Singhania, and Fine Arts textbook of class 11 standard. Polity, I told. Environment and Ecology, again notes, and there is a Shankar I's book. So I have read that for basic environment and ecology concepts, and then current affairs. Is it effective to start the preparation after degree? Yes, I started my preparation right after degree, so it is effective. See, whether you can self-prepare. There are no issues. If you are comfortable, you can prepare on your own. But after graduation, I was not comfortable with the idea of self-preparation. So I wanted somebody to guide me. I didn't have an exact idea of, I had an idea of examination, but I didn't know how to start, where to start, what to do. These questions would come up often. And I didn't have a plan also to how to go about in this journey. So I joined coaching and that had benefited me. How can you be confident and fluent in English during interviews? Like I told earlier, practice is what makes you perfect. If you are lagging, see, that happens, that is common to every stage. Namukku answer writing an issue engilum, prelims question solving anengilum, interview speaking anengilum, practice is what is going to make you better. So നമ്മുടെ issue എന്താന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം practice towards it. If you can't speak well, practice speaking, practice in front of mirror, practice speaking in front of people. Answer writing ആണെങ്കിൽ അത് practice ചെയ്യുക. This, again, what I had understood is this is a journey of constant improvements. It's not like നമ്മൾ ഒരു രീതിയിലേ പോളൂ എന്ന് പറഞ്ഞു വരുന്ന ഒരു സംഭവമല്ല. You study, you analyze, you understand your mistakes and you rectify it. നമുക്ക് എന്തെങ്കിലും തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ അത് തിരുത്തുക. That is the only solution. And that will help. And again, നമ്മൾ improve ചെയ്യാതെ നമ്മൾ ഒരു വഴി കൂടെ തന്നെ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ that is not going to help you also, because ഈ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന സംഭവം അതെന്താണോ അത് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യണം. So whatever is your weakness, understand that you can correct it. See, that is also important. It's not like നമുക്ക് ഈ ഒരു weakness ഉണ്ട് and I can't correct it. ആ ഒരു attitude അല്ല വേണ്ടത്. You can correct it. It is possible to correct it. And believe me, you can. Is there any coaching center where we can join after 12th grade? See, there are foundation courses. And I believe Manorama, Horizon and Fortune has a foundation course also. You can join in that after your 12th and build up your skills also. There is no issue. You can join institute after 12th. Study plan for college going students, I had told it. ഒരു plan prepare ചെയ്യുക and നമ്മുടെ simultaneously college. See, you have to study something in your college also. അത് കഴിഞ്ഞിട്ടുള്ള അവേഴ്സിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. ആസ് ടു ദീസ് മെനി hours I will prepare for UPSC. എല്ലാ ദിവസവും കുറച്ച് അവേഴ്സ് വാങ്ങിക്കുക. വീക്കെൻഡ്സിൽ if you have time, കുറച്ചധികം ടൈം ഡിവോട്ട് ചെയ്യുക. That is what you have to do.
how you prepared for essay. So essay preparation, my essay preparation was like, see, കുറച്ച് പേർക്ക് ക്രിയേറ്റീവ് ആയിട്ട് എഴുതാൻ പറ്റും. If you are not that comfortable, like creative writing ability കുറച്ച് കുറവാണെങ്കിൽ prepare it. So for what I did was I prepared a set of codes, കുറച്ച് statistics ഒക്കെ കളക്ട് ചെയ്തു. എന്നിട്ട് I started writing an essay. And first essay എഴുതിയപ്പോഴാണ് മനസ്സിലായത് ഒരു എസ്സേക്ക് വേണ്ട ഫ്ലോയോ തോട്ട് പ്രോസസ്സോ ഒന്നുമില്ല. In a half-assed manner, I was writing something. So you have to understand that an essay is like there should be a flow. Or you have to write 12 pages. So there should be a flow. There should be an intro, there should be a body, and there should be a conclusion. So you have to work on each part. Intro എങ്ങനെയാണ് work ചെയ്തത്? Intro I worked by കുറച്ച് anecdotes collect ചെയ്തു, കുറച്ച് quotes by famous personalities collect ചെയ്തു, and some stories that I read in newspaper. I understood that I can write this also as intro in my essay. So ഇങ്ങനെ കുറച്ച് collect ചെയ്തു. Then I made my essay multi-dimensional. So in the body part, you have to again understand that any question that is being asked in an essay, there are different parts to it. There is a technological aspect, there is a cultural aspect, there is a social, environmental, economic, different aspect to it. So I try to include all these aspects in my essay. Then I used to include some examples, and then conclude cheyubo, that conclusion should have a link with what you argued in your intro or how you started your essay. And നേരത്തെ പറഞ്ഞ സെയിം തിങ് അപ്ലൈസ് ഹിയർ. ഓൺലി ബൈ റൈറ്റിംഗ് എസ്സേസ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നമ്മൾ വെറുതെ എസ്സേ പറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എഴുതാൻ മനസ്സിൽ പ്ലാൻ ഉള്ളതെന്ന് വെച്ചിട്ട് യു വിൽ നോട്ട് ബി ഏബിൾ ടു റൈറ്റ് എ ഗുഡ് എസ്സേ. യു ഹാവ് ടു റൈറ്റ് ആൻ എസ്സേ. ഐ ഹാവ് റിട്ടൺ ലൈക്ക് സം 6 mock. I have written 3 mock, 2 essay in every mock. So 6 essays before my original essay I have written. Online sources that help you. Free UPSC materials, that is a site where you will get some test series. Then generally what I used to do was, Google, I had to search about any topic. Topic type and I used to type UPSC along with it. Then initially where the articles are, because when you, and I had found it useful also. UPSC could side type namukku vende korchudi relevant aayittulla articles kittum than a general article. It will take, okay, you are a CA student, 3.5 years to complete CA. The main question in my mind is where to begin, because CA curriculum is different. See, the question whether it is worth to do IAS after CA, that has to be your choice. I am not I don't think I can answer that. CA, or if you are passionate about the service, or if that is the career choice you want, then IAS is worth it. But that's a personal call that you have to take. But how to start your preparation? I think basically if you have a habit of reading newspaper, അത് കുറച്ചുകൂടി preparation oriented ആയിട്ട് വായിക്കുക. If you don't have, start that habit and UPSC syllabus oriented ആയിട്ട് വായിക്കുക. Start with the NCERT textbooks. Start understanding topics. Google ചെയ്ത് കുറച്ചുകൂടി wider, like എന്താണ് ഒരു ടോപ്പിക്, ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ എന്താണ് അതൊക്കെ മനസ്സിലാക്കുക. Then start with standard textbooks also. Standard textbooks വായിക്കുക, prepare notes, and simultaneously start writing mains answer also. And become, if you are like, I don't know what you want your optional to be. If it is commerce, I think our രീതിയിൽ ഓറിയന്റ് ചെയ്യുക preparation. If it is going to be some other subject, then optional also prepare ചെയ്ത് തുടങ്ങുക. Does the syllabus change every year? That question has been asked a lot of times. Like I'm seeing it so many times, but it's not. Syllabus doesn't change every year. Your opinion about taking coaching at Delhi, or is it better to take coaching at Kerala? See, I have never been to Delhi. The only time I had been to, the first time I have been to Delhi is for my interview. And interview preparation പോലും ഡൽഹിയിൽ പോയിട്ടില്ല. Just to say that I did my entire preparation in Trivandrum, and I don't think there is a necessity to go to Delhi. See, maybe some years back, some 7-8 years back, ഡൽഹിയിൽ മാത്രമേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ റിസോഴ്സസ് ആണെങ്കിലും അക്കാഡമീസ് ആണെങ്കിലും മെന്റേഴ്സ് ആണെങ്കിലും ഇല്ലായിരുന്നു എന്ന് പറയാം. പക്ഷെ now that's not the case with Trivandrum. Trivandrum is a like, you can call it as a hub.
civil services preparation വേണ്ടി. There are institute, there are good mentors, there are people who will help you out. So now I'll not tell you to go to Delhi. See, one thing is, അവിടെ പോവാണെങ്കിൽ entirely there is a lot of cultural in the sense that it's not like staying in Trivandrum or in Kerala. There are so many cultural differences. നമ്മൾ അവിടുത്തെ accommodation, climate, everything is different. It is a new place. And just by going to Delhi, നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടി കുറച്ച് എന്തെങ്കിലും എക്സ്ട്രാ എൻറിച്ച്മെന്റ്സ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. And I had not been to Delhi also. So I think Trivandrum has enough facilities now. There is no speciality of taking coaching in Delhi either. That is my personal opinion. How to... Hi, ma'am. Hi, sir. Ma'am, ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ? കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ മാം. മാമിന് ടൈം അവൈലബിൾ അനുസരിച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം മാം. മാമിന് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ മാം ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ആൻസർ ചെയ്തിട്ട് വീഴും. ഓക്കെ മാം. So how not making based on syllabus, I had already told. Just syllabus topics എടുക്കുക. When you read things, ചിലപ്പോൾ നമുക്ക് കറണ്ട് അഫെയർ വായിക്കുമ്പോൾ അവിടെ ആയിരിക്കും ഒരു പോയിന്റ് കിട്ടുന്നത്. യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. ചിലപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴായിരിക്കും കിട്ടുന്നത്. യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. ഇറ്റ് ഡസന്റ് മാറ്റർ. പക്ഷേ കുറച്ച് ഓർഗനൈസ്ഡ് രീതിയിൽ എഴുതാനേ ഉള്ളൂ. I had shared my interview experience, optional subject I had told. See, cultivate a hobby also I had told. നമ്മളിപ്പം എന്തെങ്കിലും in the course of journey you find it interesting, you can take it. There is no issue. Is interview board scary? No, they are not. They are not scary. They will make, see, നമ്മൾ ഭയങ്കര ടെൻഷൻ ആണെങ്കിൽ they will make you comfortable. They will not like, നമ്മളെ പേടിപ്പിക്കൊന്നുമില്ല. നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുന്ന ഒരു ബോർഡും അല്ല. They want to know you. They want to know who a person you are, how good ആണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അവർ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കില്ല. മേ ബി ലൈക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാത്തത് ചോദിക്കും. പക്ഷെ ദാറ്റ് ഇസ് ടു ടെസ്റ്റ് ഹൗ യു ആർ ഗോയിങ് ടു റിയാക്ട് ഓർ ഹൗ വിൽ യു ഹാൻഡിൽ വെൻ യു ഡോണ്ട് നോ ആൻ ആൻസർ. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമുക്ക് അറിയാത്തത് മാത്രം ചോദിച്ച് നമ്മളെ പേടിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അല്ല. ആൻഡ് ഇറ്റ്സ് നോട്ട് സ്കെയറി. Optional CSAT I had asked, I had answered, sorry. Is it easy for a person having stage fear to crack the interview? See, it is possible for a person having stage fear to crack the interview, because എനിക്ക് stage fear ഭയങ്കരമായിട്ടുണ്ടായി. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഈസി. യു ഹാവ് ടു വർക്ക് അപ്പോൺ ഇറ്റ്. നമ്മൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യു ഹാവ് ടു വർക്ക് അപ്പോൺ ഇറ്റ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഇംപോസിബിൾ. Yojana Kurukshetra, is it required? Yojana, I had used Yojana only for my mains preparation. Prelims nu vendi njan Yojana Kurukshetra upayogichittilla. Pakshe Yojana has some good points, good schemes, case studies undu which we can use in our mains answer. Nammada answers entry cheyan vendi ഉപയോഗിക്കാൻ പറ്റും. So for that purpose I had used Yojana. പിന്നെ Yojana also has some good diagrams. നമുക്ക് mains answer ൽ എഴുതാൻ പറ്റിയത്. So for that purpose I had used Yojana. New NCRTs or old NCRTs which you see for 6 to 12 standard, new NCRTs തന്നെ വായിച്ചാൽ മതി, no issues. പക്ഷേ ancient history and medieval history, there is an old NCRT by R.S. Sharma of history and old medieval history NCRT by Satish Chandra. Only these two old NCRTs you have to read. I have read only these two old NCRTs and rest all my new NCRTs. Which Indian language did I choose for qualifying paper in mains? I chose Hindi because I studied in KV. അതുകൊണ്ട് ഞാൻ ഹിന്ദിയാണ് ചൂസ് ചെയ്തത്. Do you think that an average student can clear this examination? Completely yes. Average student can clear this examination. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ it's a misconception that super brainy people really can clear this examination. പറയുന്നത് ഭയങ്കര തെറ്റായ ഒരു കാര്യമാണ്. Any average person, an average student who is ready to put in effort and who is ready to study can clear this examination. And also to correct your mistakes throughout this journey, or issues illade clear ചെയ്യാൻ പറ്റും.
how do you prepare a daily plan? That used to vary. See, in the daily plan, എല്ലാ ദിവസവും പത്രം എന്തായാലും കാണും. Initially 3 months NCRTs കാണും. അതിനുശേഷം it used to vary every day. അതിനുശേഷം it was standard textbook, then it was mains note, then for some time it was optional. Again, it became started back to prelims test, prelims I, 2 months before prelims. So it used to vary. പക്ഷെ all that matters is you should have a plan. എന്താണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. Based on syllabus, based on your mood of that day. Is it beneficial to write down the main points while reading? Yes, it is. നമ്മൾ വായിച്ചിട്ട് പിന്നെ നമുക്ക് ആ മെയിൻ പോയിന്റ്സ് വായിച്ചാൽ മതിയല്ലോ. സോ ദിസ് ഐ യൂസ് ടു ഡു. NCRTs വായിക്കുമ്പോഴും സ്റ്റാൻഡേർഡ് ബുക്ക് വായിക്കുമ്പോഴും മെയിൻ പോയിന്റ്സ് ഞാൻ ആ സൈഡിൽ എഴുതിയിടും. ഒൺലി ഫോർ മെയിൻസ് വരുമ്പോൾ സ്പെസിഫിക് ആയിട്ട് വേറെ ബുക്കിൽ നോട്ട്സ് എഴുതുള്ളൂ. Timetable for working days and holidays same ആയിരുന്നു. വർക്കിംഗ് ഡേയ്സ് ഹോളിഡേയ്സ് എല്ലാ ദിവസവും more or less it would be the same. ഹോളിഡേയ്സിൽ ക്ലാസ്സസ് കാണില്ലായിരിക്കും ഇവിടെ 4 hours ഫോർച്യൂണിൽ. സോ ആ 4 hours കൂടി എന്തെങ്കിലും പഠിക്കാൻ എടുക്കും. ദാറ്റ്സ് ദി ഓൺലി ഡിഫറൻസ്. അതർ ദാൻ ദാറ്റ് there was not much of a change. How did you prepare for the second language paper? So I prepared ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പേപ്പർ ഫുൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ലാംഗ്വേജ് ക്വാളിഫൈങ് പേപ്പർ ആണ്. യു ഹാവ് ടു ഗെറ്റ് 75 out of 300. സോ പേപ്പർ ഫുൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ പാസ് ഓൾസോ. പക്ഷെ എന്നാലും എനിക്ക് കുറച്ച് പേടിയുള്ളതുകൊണ്ട് ഐ ഹാഡ് സ്റ്റഡീഡ് സിനോണിംസ്, മുഹാവരെ. ഹിന്ദി വാസ് മൈ സെക്കൻഡ് ലാംഗ്വേജ്. സോ മുഹാവരെ, സിനോണിംസ് അങ്ങനെ കുറച്ച് പഠിച്ചു. അല്ലാതെ കുറച്ച് ഗ്രാമർ പഠിച്ചു. ആൻഡ് ദെൻ ഹിന്ദി വേർഡ്സ്. സി ഐ ഡിഡ്ന്റ് നോ. ഞാൻ ഹിന്ദി എസ്സേ എഴുതാനിരുന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഇപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒക്കെ ഹിന്ദി വേർഡ് വെച്ചാൽ എനിക്ക് അറിയില്ല. So then I googled that, and in 2 sheets of paper I wrote so many English words that can come handy during writing essay. എന്നിട്ട് അതിനൊക്കെ ഹിന്ദി കണ്ടുപിടിച്ചു. Is public administration a completely theory? See, first I don't know to answer that, and the option was sociology. പക്ഷേ from what I generally understand, എല്ലാത്തിനും തിയറിയും അല്ലാതെ ഒരു ഇന്ത്യൻ പേപ്പർ ലൈക്ക് there is a administration ആണെങ്കിലും കുറച്ച് തിയറി ഉണ്ട്, അല്ലാതെ കുറച്ച് practical kind of questions or things are also there to study. Ippam second paper ippam sociology aanengil first paper mostly theory and second is Indian society, and I think that is the same for all optionals. Importance of ARC reports. See, ARC reports again namukku mains answer writing എഴുതാനാണ് helpful ആവുക. I haven't read, ഞാൻ ഫുൾ ARC വായിച്ചിട്ടില്ലായിരുന്നു ബിക്കോസ് എനിക്ക് ഞാൻ ARC ഫസ്റ്റ് വായിക്കുന്നത് എൻ്റെ പ്രിലിംസ് കഴിഞ്ഞിട്ടാണ്. സോ ഐ ഡിഡ്ന്റ് ഹാവ് ദ ടൈം ടു റീഡ് ദ എൻറ്റയർ റിപ്പോർട്ട്. ഞാൻ ജിസ്റ്റ് ഓഫ് ARC ആണ് വായിച്ചത്. ആൻഡ് ആഫ്റ്റർ റീഡിംഗ് ദ ജിസ്റ്റ് ഓഫ് ARC ഐ നോട്ടഡ് ഡൗൺ ദ പോയിന്റ്സ്. കുറച്ച് പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്തു വിച്ച് ക്യാൻ അഗെയിൻ ബി യൂസ്ഡ് ഇൻ ആൻസേഴ്സ്. സോ ദാറ്റ് ഈസ് ARC റിപ്പോർട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് നമുക്ക് ഗവേണൻസ് ഉത്തരവൊക്കെ എഴുതുമ്പോൾ GS2 ആൻസേഴ്സ് എഴുതുമ്പോഴും എത്തിക്സ് ആൻസർ എഴുതുമ്പോൾ ARC കോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഗുഡ് അറ്റ്ലീസ്റ്റ് ഫോർ സം 2-3 answers. If you can quote ARC, it's good. So just to വായിക്കുക, if you have the time to read the entire report വായിക്കുക. പക്ഷേ അതിൽ points note down ചെയ്യുക. From which grade NCRT? It is from 6th standard NCRT. ഡിഗ്രി ടൈമിൽ പ്രിപ്പയർ ചെയ്ത് ഫൈനൽ ഇയർ എക്സാം എഴുതുന്നതിൽ അഭിപ്രായം. ഞാൻ ഡിഗ്രി കഴിഞ്ഞത് 2018 ആണ്. ആ ഇയർ തന്നെ എഴുതിയെങ്കിൽ ഞാൻ ക്ലിയർ ആവില്ലായിരുന്നു ബിക്കോസ് ഐ വാസ് നോട്ട് പ്രിപ്പയറിംഗ് ഇനഫ്. ബട്ട് if you have prepared enough, you are confident about your preparation, you can write it. Again, there is no issue. പക്ഷേ I wouldn't have cleared if I had written in 2018 because I haven't studied anything then. How much time to complete newspaper? It was close to 2 hours every day. I guess most of the questions I had answered. ബാക്കി ഞാൻ കണ്ട questions എല്ലാം more or less similar ആണ്, which I had already answered. So thank you so much for patiently listening. Thank you so much, ma'am. മനോരമ ഹൊറൈസന്റെ ഈ ഒരു സെഷനിൽ വരികയും നമ്മളുടെ പാർട്ടിസിപ്പൻസുമായിട്ട് മാമിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ഒപ്പം അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടികൾ നൽകുകയും ചെയ്ത മാമിന് ഇനിയിപ്പം മാം അസിസ്റ്റന്റ് കളക്ടറായി ട്രെയിനിങ് മലപ്പുറത്ത് ജോയിൻ ചെയ്യുകയാണ്. മാമിനും ഔദ്യോഗിക ജീവിതത്തിലും പേഴ്സണൽ ലൈഫിലും എല്ലാവിധ വിജയാശംസകളും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. മലയാളം മനോരമയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സെബിൻ, താങ്ക് യു സോ മച്ച്. ഒപ്പം നമ്മുടെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉന്നതമായ ഒരു വിജയം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് മാം.
Thank you. Thank you all.